ഈ നമ്മുടെ സ്ത്രീകൾക്ക് തന്നെ അത് മനസ്സിലാവുന്നില്ല. അപ്പോൾ പിന്നെ കൂടെ ജീവിക്കുന്ന അവരുടെ പാർട്ട്നേഴ്സിനും അത് മനസ്സിലാക്കാൻ യാതൊരു വഴിയുമില്ല. ഞാൻ എൻ്റെ ലൈഫിലെ പുരുഷൻ, അതായത് ആ മെയിൽ എനർജി മുഴുവനും ഞാൻ തന്നെയാണ് ഇട്ടിരുന്നത് എൻ്റെ ലൈഫിൽ. ഞാൻ എൻ്റെ വീട്ടിലെ ആണുങ്ങളെ പോലെ എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലെ ഒരു ആൺകുട്ടീനെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, നമുക്കൊരു പെൺകുട്ടിയായിട്ട് തന്നെ ഇരുന്നാൽ മതി. ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ വളരെ പീസ്ഫുള്ളായി, ഞാൻ കുറേയും കൂടെ ലൈറ്റായി. എനിക്കെന്നെ തോന്നിയിട്ടുണ്ട് ഞാൻ തന്നെ പോയി ഏതൊക്കെയോ വള്ളികൾ ഞാൻ തന്നെ പിടിക്കും. എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ തന്നെ പോയി ഒരു വള്ളി പിടിക്കാൻ കഴിഞ്ഞാൽ ഞാൻ കരഞ്ഞിരിക്കും. പിന്നെ അതീത് തിരിച്ചു വരാൻ എനിക്ക് അറിയൂല. ലൈക്ക് ഇങ്ങോട്ടും അങ്ങോട്ടും ഞങ്ങൾ പറയുന്ന കുറെ മറ്റുള്ളവർ വട്ടെന്ന് പറയുന്ന പലതും ഞങ്ങൾക്ക് നോർമൽ. ഇപ്പൊ നോക്കുമ്പോ എന്നെക്കാൾ അല്ലേ, എന്നെക്കാൾ ചെറുപ്പാണ് ഉമ്മ. ഉമ്മ എന്ന് പറഞ്ഞാൽ എന്നെക്കാൾ കളിക്കുട്ടി. അത് എൻ്റെ ഉപ്പ വന്ന കാരണമാണ്. അവർക്ക് 5 ഹോർമോണും ഇല്ല, അവർ കുട്ടികൾക്ക് ജന്മം കൊടുക്കുന്നില്ല, അവരിതിലൂടെ ഒന്നും കടന്നു പോകുന്നില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്താലേ അവർക്ക് മനസ്സിലാവുള്ളൂ. ഒരു സൈക്യാട്രിസ്റ്റ് പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ ഡിവോഴ്സസ് ഈ ഒരു ടൈമിലാണ് സ്ത്രീകൾ എടുക്കണേ എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ഈ ഏജിൽ സ്ത്രീകൾക്ക് കുട്ടികളെ ജന്മം കൊടുക്കാൻ പറ്റാത്തത്. ബിക്കോസ് അവിടെ വെച്ച് നമ്മൾ പ്രകൃതി സ്റ്റോപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നമ്മുടെ സെക്കൻഡ് തോട്ട്സ് എന്ന പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗസ്റ്റിനെ എങ്ങനെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല, എന്ത് ടൈറ്റിൽ കൊടുത്ത് പറയണമെന്ന് എനിക്കറിയില്ല. കാരണം ആക്ടറാണ്, ഓതറാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ഓൺടർപ്രണറാണ്, മോട്ടിവേഷൻ സ്പീക്കറാണ്. ലെന. എനിക്ക് പറയുമ്പോൾ തന്നെ രോമാഞ്ചുണ്ട്, കാരണം ഒരുപാട് ടൈറ്റിൽസും. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിനെ. അതുകൊണ്ട് ഞാൻ അത്രയും സന്തോഷത്തോടെ ഞാൻ വെൽക്കം ചെയ്യാണ്. വെൽക്കം. Some people build a career, but some people build a life that keeps evolving. Today, we welcome a woman who has worn many hats with extraordinary grace, a celebrated actress, a writer, an author, and a woman driven by curiosity, courage, and an incredible determination to keep discovering herself. With a career spanning more than 2 decades, Leena has created a remarkable place for herself in Indian cinema. But her story doesn't end on screen. She is also the author of the autobiography of God, and her latest book, Women of Pause, opens an important conversation about a woman's journey through midlife and the changes that come with it. And beside her is another extraordinary story. Her husband, Group Captain Prasanth Balakrishnan Nair, an Indian Air Force test pilot and astronaut selected for India's Gaganyaan mission. Today, we are honored to welcome a woman whose journey is as inspiring as her determination, Leena. ഞാനുണ്ടല്ലോ മാമിൻ്റെ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ജേർണി കൂടെ വന്നെന്ന് തന്നെ പറയാം. കാരണം ഫസ്റ്റ് എൻ്റെ ഗ്രാൻഡ് പാരൻസ് അമ്മ തിങ്കൾ പക്ഷി സീരിയല് ആ സമയം തൊട്ടിട്ട്, പിന്നെ ഞാൻ സ്കൂൾ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്യൂ ഡ്രോപ്സിൽ എനിക്കിഷ്ടം ആൽബംസും ഞാൻ സ്കൂൾ വിട്ട് വരും ഇത് കേൾക്കാൻ വേണ്ടി, ഡ്യൂ ഡ്രോപ്സ് വെച്ചിട്ട് ഇത് കേൾക്കാൻ വേണ്ടി. പിന്നെ ഞാൻ കാണുന്നത് ആക്ടറായിട്ട് കാരണം നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് കാണുന്ന എല്ലാ മൂവീസിലും, മിക്ക മൂവീസിലും മെയിൻ ക്യാരക്ടറിൽ തന്നെ മാം ഉണ്ടായിരിക്കും. പിന്നെ ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓതറായിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ ജേണിയാന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, എൻ്റെ വളർച്ചയുടെ കൂടെ തന്നെ മാമിൻ്റെ ഒരു വലിയ ജേണി കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. ഇതെങ്ങനെയായി ഇങ്ങനെ ഒരു ജേണി? ഇപ്പോൾ ആർ യു ഇൻ യുവർ 20s? ഞാൻ 29, ഇപ്പോൾ 30s തന്നെ പറയാം. എൻ്റെ കരിയറിൻ്റെ അതേ ആയുസായിട്ടുള്ളൂ. അതെ, മൈ കരിയർ ഇസ് 28 years old. അപ്പോൾ ഏകദേശം മൈ കരിയർ ഇസ് ആസ് ഓൾഡ് ആസ് യു. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ വളർന്നത് ഇങ്ങനെ മാമിൻ്റെ ഓരോ ഇതിൽ കൂടെ ഞാൻ പോകുന്നത്. എങ്ങനെയായിരുന്നു ആ ഓരോ സ്റ്റേജിൽ മാം എങ്ങനെയാണ് കാണുന്നത് ആ ഒരു ജേർണീനെ കുറിച്ച്? ഞാനിതിൻ്റെ ലൈഫ് ജേർണി ആയിട്ടാണ് കാണുന്നത്. എൻ്റെ ലൈഫ് ഈ പറഞ്ഞ പോലെ ഓരോ സ്റ്റേജിലും വളരെ വ്യത്യസ്തമായിട്ട് മാറുന്ന ഒരു ലൈഫാണ്. ഓരോ ക്ലിയർ ഘടകങ്ങളുണ്ട്. സോ കമ്പാർട്ട്മെൻറ്റ്സ് പോലെയാണ്, ലൈക്ക് ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ്സ് പോലെയാണ് എൻ്റെ ലൈഫ് എന്തോ എനിക്ക് തോന്നുന്നു. അപ്പോൾ ശരിയാ, ഇപ്പോൾ ഈ പറഞ്ഞ ഒരു നല്ല രസമുള്ളൊരു സ്പേസിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഒരേ സമയത്ത് ഓത്തറായിട്ടും സ്പീക്കറായിട്ടും ആക്ട്രസ്സായിട്ടും ഇനിയിപ്പോൾ ഡയറക്ഷനിലേക്ക് കടക്കാനുള്ള പ്ലാനുണ്ട്. അതല്ലാതെ ഞാൻ ഓൺട്രപ്രണർഷിപ്പ് എൻ്റെ ഓൺ ഒരു ഫേം ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മാം ഒരു റോളിൽ സ്റ്റിക്ക് ചെയ്യും. കാരണം ഇപ്പോൾ ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയില്ല, നമുക്ക് പല രീതിക്ക് ഓരോ വ്യക്തികളും നമുക്ക് ഇൻസ്പയർ ആയിട്ട് നമുക്കിരിക്കും. അതേപോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ തോന്നിയിരുന്നു. കാരണം ഞാൻ ഒന്നാമത് എൻ്റെ പോസ്റ്റ്മോർട്ടം ഫേസിലാണ്. അപ്പോൾ എൻ്റെ പോസ്റ്റ്മോർട്ടം ഫേസിൽ എൻ്റെ ചിന്താഗതികൾ പല രീതിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് എവിടെ കണ്ടി തോട്ട്സൊക്കെ പോകുന്നത്. അപ്പോൾ ഞാൻ മാമിൻ്റെ ഇൻ്റർവ്യൂസ് ഇരുന്ന് കാണും. മാമിൻ്റെ അപ്പോൾ സ്പിരിച്വാലിറ്റി എന്നെ സംബന്ധിച്ച് അതെനിക്ക് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു
എനിക്ക് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരൂ, എന്താണ് ഈ സ്പിരിച്വാലിറ്റി, എങ്ങനെയാണ് ഈ ഒരു സ്റ്റേജിലോട്ട് മാം അറ്റൈൻ ചെയ്തത് എന്നുള്ളത് പറയൂ. സ്പിരിച്വാലിറ്റി ഒരു വ്യക്തിയുടെ സെർച്ചിൻ്റെ ഒരു സ്പേസാണ്. നമ്മൾ നോർമലി കിട്ടാത്ത ഉത്തരങ്ങൾക്ക് നമ്മുടെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ ഒരു സ്പേസാണ്. പക്ഷെ നമ്മൾ ഫൈനലി ആ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മൾ എത്തുന്നത് നമ്മളിലേക്ക് തന്നെയാണ്. നമ്മളെ തന്നെ എത്ര ഡീപ്പായിട്ട് തിരിച്ചറിയുന്നു എന്നുള്ളതിൻ്റെ ഒരു ജേണിയാണ് സ്പിരിച്വാലിറ്റി. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതെല്ലാവരും ചെയ്യണമെന്നില്ല, എല്ലാവർക്കും അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെ ലൈഫിൽ അതിൻ്റെ സ്പിരിച്വലായിട്ടുള്ള ഒരു ഫേസ് ഉണ്ടാവണമെന്നേ ഇല്ല. ഒട്ടും ഒരിക്കലും സ്പിരിച്വാലിറ്റി ചിന്തിക്കുകയോ സംസാരിക്കുകയോ വായിക്കുകയോ ചെയ്യാത്ത എത്രയോ ആൾക്കാർ ലോകത്തുണ്ട്. അപ്പോൾ ഇറ്റ്സ് നോട്ട് എ മസ്റ്റ്, ഇത് എല്ലാവരും ചെയ്യണം എന്നില്ല. ഇപ്പോൾ എൻ്റെ ലൈഫ് കടന്നു പോയത് അതിലൂടെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ബുക്ക് എഴുതി, ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന എൻ്റെ ഫസ്റ്റ് ബുക്ക്. അതിൻ്റെ മലയാളം വന്നു, ദൈവത്തിൻ്റെ ആത്മകഥ. വളരെ സക്സസ്ഫുള്ളായിട്ട് ആ ബുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ടോപ്പിക്കിൽ. ഇപ്പോൾ ഇംഗ്ലീഷിൽ ഏകദേശം 9th എഡിഷനിലാണ്, മലയാളത്തിൽ DC ബുക്സ് ഇപ്പോൾ 17ാമത്തെ പതിപ്പാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ബുക്ക് വളരെ സക്സസ്ഫുള്ളാണ് എന്ന് പറയാം. ആക്ച്വലി ബെസ്റ്റ് സെല്ലർ ലിസ്റ്റിലെത്തിയിട്ടുള്ള ബുക്കാണ്. അപ്പം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനത്തെ സ്പിരിച്വൽ ടോപ്പിക്സിൽ ശരിക്കും ഇൻട്രസ്റ്റ് ഉള്ള ഇത്രയും ആൾക്കാരുണ്ട്. ഒരു ബുക്ക് വായിച്ച് അത് മനസ്സിലാക്കി അതിൻ്റെ ഡിസ്കഷൻസ് നടത്താനും, എനിക്ക് ഇമെയിൽസ് അയച്ച് അതിൻ്റെ ഇനിയും നമുക്ക് അതിൻ്റെ ഡിസ്കഷൻ ഗ്രൂപ്പ്സ് വെക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെയുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആക്ച്വലി ഈ ടോപ്പിക്കിൽ ഞാൻ വിചാരിച്ചത് വളരെ കുറച്ച് പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നാണ്. സോ സ്പിരിച്വാലിറ്റി ഒരു പേഴ്സണൽ സെർച്ചാണ്. അത് നമുക്ക് ഉള്ളിൽ നിന്ന് അങ്ങനെ ഇപ്പോൾ വിശപ്പ് പോലത്തെ ഒരു സംഭവമാണ്. ആരെങ്കിലും പറഞ്ഞുകൊണ്ട് നമുക്ക് വിശക്കില്ലല്ലോ, നമുക്ക് വിശക്കണം. അതേപോലത്തെ ഒരു വിശപ്പും ദാഹം പോലത്തെ ഒരു ഫീലിംഗ് ആണ് സ്പിരിച്വൽ തേഴ്സ്റ്റ്, സ്പിരിച്വൽ സെർച്ച്. അത് വന്നവർ ഓട്ടോമാറ്റിക്കായിട്ട് അതിനുള്ള വഴി കണ്ടെത്തും. അത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ഇനി നമ്മൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാലും മനസ്സിലാവാത്ത കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ആകെ പറയാനുള്ള ഒന്ന് ഭ്രാന്ത്. കാരണം നമുക്ക് മനസ്സിലാവാത്ത, ഇപ്പം ഓക്കെ ഈവൻ ഞാൻ പോലും എനിക്കറിയാത്ത കാര്യങ്ങൾ എന്തൊക്കെയോ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവാത്തതെന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും അഡ്മിറ്റ് ചെയ്യാൻ മടിയാണ്. അപ്പോൾ നമ്മൾ അവർക്ക് ഭ്രാന്ത് എന്തൊക്കെയോ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ശരിക്കും ആ ഒരു ബുക്കിൽ തന്നെ വാട്ട് ഈസ് ഐ, ഓക്കെ അത് നമ്മൾ തന്നെ സെൽഫ് റിയലൈസ് ചെയ്യാണ് നമ്മൾ എന്ത് എന്നുള്ളൊരു സാന്നിധ്യം വരും. അതിൽ ഞാൻ ബുക്ക് വായിച്ച് പലരും പറഞ്ഞു കേട്ടേക്കുന്നത്, അത് വായിക്കുമ്പോൾ ഓരോ പേജസ് കഴിയുമ്പോൾ അതിൻ്റെ മീനിങ്സും മാറിക്കൊണ്ടിരിക്കും. കാരണം നമ്മൾ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വട്ടം വായിക്കുമ്പോൾ അതിൽ കൂടെ നമ്മളും ഒരു ട്രാൻസ്ഫോർമേഷൻ. പുസ്തകം മാറുന്നില്ല, പക്ഷെ വായിക്കുന്ന ആൾ മാറുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇതിൽ ഇഷ്ടപ്പെട്ട കാര്യം, മാം ഒട്ടും മറ്റേ ഫിക്ഷനായിട്ടല്ല, സ്വന്തം അനുഭവത്തിൽ നിന്നൊക്കെ എഴുതാന്ന് പറയുമ്പോൾ അതായത് കൂടുതലപ്പോൾ നമുക്ക് വായിക്കുമ്പോഴും നമുക്ക് ഈവൻ ഒരു മൂവി കാണുമ്പോൾ പോലും നമുക്ക് മനസ്സിലേക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ ഇത് നമ്മുടെ ലൈഫിനായിട്ടൊക്കെ എന്തോ ഒരു ബന്ധമുണ്ടല്ലോ, സാമ്യം ഉണ്ടല്ലോ എന്നുള്ള പോലെ അപ്പോഴും നല്ല ബുക്ക് വായിക്കാനേ നമുക്ക് തോന്നുള്ളൂ. ഇപ്പം ഞാൻ ബുക്ക് എഴുതാൻ കാരണം തന്നെ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസസ് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യും. ഈ പറഞ്ഞ പോലെ എൻ്റെ ലൈഫ് അത്യാവശ്യം വളരെ വൈഡായിട്ടുള്ള, വളരെ വിചിത്രമായ ഒരുപാട് ഘട്ടങ്ങളിലൂടെ പോയിട്ടുള്ള ഒരു ലൈഫായതുകൊണ്ട് ഇപ്പോൾ മിഡ് ലൈഫ്. അപ്പോൾ ഈ ഏജിൽ എനിക്ക് ആക്ച്വലി കുട്ടിക്കാലം മുതലുള്ള ഒരുപാട് എക്സ്പീരിയൻസസും ഞാൻ ഒരുപാട് പഠിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് എനിക്ക് എപ്പോഴും ഈ നോളജ് സീക്കാനുള്ളൊരു എൻ്റെ നേച്ചറിൻ്റെ ഭാഗമാണ്, എൻ്റെ പേഴ്സണാലിറ്റി അങ്ങനെയാണ്. അപ്പോൾ കുറേ അറിവ് ഇങ്ങനെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ബുക്സൊന്നും വായന, പോഡ്കാസ്റ്റ്, ക്ലാസ്സസ് ഇതൊക്കെ അറ്റൻഡ് ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ ലൈഫിൽ അതൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇങ്ങനെ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് എൻ്റെ ബുക്സ് ഞാൻ എഴുതുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പക്ഷെ ബുക്ക് എഴുതിയപ്പോൾ ബിക്കോസ് അത്രയും ആ നോളജ് ഓൾറെഡി കണ്ടൻസ്ഡ് ആയി. അപ്പോൾ ഇതിന് നമുക്ക് എവിടേക്കെങ്കിലും യൂസ്ഫുള്ളായിട്ട് ഇടണം, അത് ഓൾറെഡി ഇൻഫർമേഷനാണ്. അപ്പോൾ അങ്ങനെ എഴുതിയ ബുക്കുകളാണ്. അപ്പോൾ ആ ബുക്കുകൾ എഴുതിയതുകൊണ്ട് പിന്നെ ബുക്കിനെ പറ്റി സംസാരിച്ച് ഇപ്പോൾ അങ്ങനെ ഒരു സ്പീക്കറായി, ടെഡെക്സ് ടോക്സ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ യാദൃശികമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇതിൽ ഒരേ ഒരു ഉദ്ദേശമുള്ളൂ, നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസസ് ആർക്കെങ്കിലും ഗുണം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ. ഇറ്റ്സ് ജസ്റ്റ് എ കോൺട്രിബ്യൂഷൻ ടു സൊസൈറ്റി ഇഫ് ഇറ്റ് ഇസ് ഹെൽപ്ഫുൾ. അതെല്ലാവർക്കും ഒരിക്കലും യൂസ്ഫുൾ ആവില്ല. എന്നെ പോലത്തെ
അല്ലെങ്കിൽ എൻ്റേതായ ഇതേ സിമിലർ ആയിട്ടുള്ള ജേർണിയിലൂടെ പോകുന്നവർക്ക് അത് യൂസ്ഫുൾ ആവും. അല്ലാത്ത അത്രയും ആൾക്കാർക്ക് മേ ബി 70% ആൾക്കാർക്ക് ഇത് ഗുണം ചെയ്യില്ലായിരിക്കും. ഇപ്പോൾ ഞാൻ 70-30 എന്ന് പറയാൻ കാരണം ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്ന 1% ആൾക്കാർക്കെങ്കിലും മനസ്സിലായ വലിയ കാര്യം എന്ന് വിചാരിച്ചാണ് സംസാരിച്ചു തുടങ്ങിയത്. അപ്പോൾ തുടക്കത്തിൽ ട്രോൾസും ബഹളവുമായിരുന്നു. ബിക്കോസ് ആൾക്കാർക്കൊരു ഷോക്കായിരുന്നു. പെട്ടെന്ന് 10-25 വർഷമായിട്ട് എന്നെ കണ്ടിട്ട് അതുപോലെ സംസാരിക്കാത്ത ഒരാൾ പെട്ടെന്ന് ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരാൾ പെട്ടെന്ന് അത് ബുക്ക് എഴുതിയത് കൊണ്ടാണ്. ആ ബുക്കിൽ എന്താണെന്ന് ചോദിച്ചാൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങുമ്പോഴാണ് കുറേ പേര് ഞെട്ടിയത്. പക്ഷേ ഇപ്പോൾ അത് വളരെ കോമൺ ആയി. ഓക്കെ, ആൾക്കാർക്ക് മനസ്സിലാവില്ല ലെന ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ പറയും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാൻ ഇഷ്ടമുള്ളവർ കേൾക്കുന്നു, ബാക്കിയുള്ളവർ അത് സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ടാവും. ബിക്കോസ് അവർക്ക് മനസ്സിലായി ഓക്കെ ലെന ഇങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അറൗണ്ട് 30% ഓഫ് പോപ്പുലേഷൻ ഇസ് റിയലി ഇൻട്രസ്റ്റഡ്. അവർക്ക് ശരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനത്തെ കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് പബ്ലിക്കിലേക്ക് കുറച്ചുകൂടെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് കുറേ ട്രോൾസ് ഇറങ്ങിയെങ്കിലും കുറേ കുറ്റം പറഞ്ഞെങ്കിലും ഈ കുറ്റം പറഞ്ഞ ആൾക്കാർക്ക് എന്നെ ക്യൂരിയോസിറ്റിയും കൂടുതൽ എന്താണ് ഈ ബുക്കിലുള്ളത്, ഈ മനസ്സിലാക്കണം എന്നുള്ളൊരു ഇതുണ്ടാവില്ലേ, കൂടുതൽ അറിയണം എന്നുള്ളത്, എന്താണ് ഈ പറയുന്നത്, കൂടുതൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ എല്ലാവരും പുസ്തകം വായിക്കുന്നവരല്ലല്ലോ. പുസ്തകം വായിക്കുന്ന ശീലം ചിലവരുടെ ശീലമാണ്. അപ്പോൾ ചിലവർ ഓഡിറ്ററി ആണ്, അവർക്ക് ഓഡിയോ ബുക്സാണ് ഇഷ്ടം. അല്ലെങ്കിൽ മിക്കവരും പോഡ്കാസ്റ്റിലൂടെയാണ് നമ്മൾ പറയുന്ന ഇൻഫർമേഷൻ അറിയുന്നത്. അപ്പോൾ അവിടെ പോഡ്കാസ്റ്റിൽ അത്രയും വ്യക്തമായിട്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ആയിട്ടുള്ളൊരു സെഗ്മെൻറ്റിൽ പോകുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഈ പോഡ്കാസ്റ്റിൻ്റെ മാർക്കറ്റിങ്ങും പ്രൊമോഷൻസും പോകുന്നത് സോഷ്യൽ മീഡിയയിലെ ഹാൻഡിൽസിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും റീലായിട്ട് കട്ട് ചെയ്യുമ്പോൾ അത് മാത്രം കാണുന്നവർക്ക് ഒരുപക്ഷെ ഒന്നും തന്നെ മനസ്സിലാവില്ല. പക്ഷെ അവർ ലോങ് ഫോമാറ്റ് കാണുന്നവരുമല്ല, അവർ ബുക്സും വായിക്കാൻ പോകുന്നില്ല. അപ്പോൾ ആ വിഭാഗം റീൽസ് കണ്ട് അവർക്ക് തോന്നിയ ഒരു കമൻറ്റ് ഇടുന്നവരെ ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് അവർ റീൽസ് മാത്രമേ കാണുന്നുള്ളൂ. ശരിക്കും 1 മിനിറ്റ് റീൽ ഒന്നും മനസ്സിലാവില്ല. 1 മിനിറ്റ് പോലും ഇല്ലല്ലോ മിക്ക റീൽസും. അത് ആണ്. ബിക്കോസ് ഇങ്ങനൊരു പോഡ്കാസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയാൻ അതേ ഉള്ളൂ വഴി. അപ്പോൾ അതൊരു രസകരമായിട്ടുള്ള സംഭവമാണ്. പിന്നെ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ ക്ലോസ് ടു 3 decades ഇൻ ദ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി. എനിക്കിത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമുക്ക് എന്തിനും ടീസറും ട്രെയിലറും മാർക്കറ്റിങ്ങും പോസ്റ്ററും ഇല്ലാതെ ഇത് വർക്ക് ചെയ്യില്ല. ഇനിയിപ്പോൾ 1 മിനിറ്റ് അല്ല, ഒരു 20 minutes വീഡിയോ പോലും നമുക്ക് പറയാൻ എന്തോ ഒരു ലിമിറ്റ്. നമ്മളിപ്പോൾ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിച്ച്, പക്ഷെ ഇതിലൊരു 100 questions ഒരാളുടെ മനസ്സിൽ എല്ലാം നമുക്ക് ക്ലിയർ ചെയ്ത് പോകാനും പറ്റില്ലല്ലോ. അതിനാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ എല്ലാവർക്കും ബുക്ക് വായിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇപ്പോൾ കുറേ പേര് ഇൻട്രസ്റ്റ് പറഞ്ഞുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ബുക്ക് ഓൾറെഡി 9 editions ഇൻ ഇംഗ്ലീഷ്, 17 editions ഇൻ മലയാളം എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഇനി ഇതൊരു കോഴ്സ് ഫോമാറ്റിൽ ഇറക്കണം എന്ന് ആലോചിക്കുന്നുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകാൻ വേണ്ടിയിട്ട് പ്രാക്ടിക്കലായിട്ട്. എനിക്ക് മെയിനായിട്ട് ഇന്ന് സംസാരിക്കാനുള്ളത് മാമിൻ്റെ സെക്കൻഡ് ബുക്ക് വിമൻ ഓപ്പോസിനെ കുറിച്ചിട്ടാണ് എനിക്ക് സംസാരിക്കാൻ. പക്ഷെ എനിക്ക് ഫസ്റ്റ് ബുക്ക് ഇറങ്ങിയാൽ എനിക്ക് കുറേ ചോദ്യങ്ങൾ ഇരിക്കുക. അതുകൊണ്ട് ഞാൻ വീണ്ടും അതിൽ തന്നെ ഇരിക്കുന്നത്. എനിക്ക് ശരിക്കും അറിയാനുള്ള എങ്ങനെയാണ് ഈ സ്പിരിച്വൽ ജേർണി എങ്ങനെയാണ് സ്റ്റാർട്ട് എന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്കൊരു മനസ്സിലൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവില്ലേ. ഞാൻ കേട്ടിട്ടുണ്ട് ഓക്കെ ദൈവം എന്ത് എന്നുള്ളൊരു ഇതിൽ അത് ശരിക്കും അതിൻ്റെ ആൻസർ മനസ്സിലാക്കാൻ പറ്റുമോ, ദൈവം എന്ത് എന്നുള്ളൊരു സാധനം മനസ്സിലാക്കാൻ? അതെ, അതിനെക്കുറിച്ചാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്. ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എക്സാക്ട്ലി അതിനെ പറ്റിയാണ്. അതിൻ്റെ ചോദ്യം ഉത്തരം എങ്ങനെ ആ ഉത്തരത്തിലേക്ക് എത്താം അതൊക്കെ പറയുന്ന പുസ്തകമാണ് ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മകഥ. അത് ഒരു 5 practical steps to self realization എന്ന രീതിയിൽ എഴുതിയിട്ടുള്ള ബുക്കാണ്. അപ്പം ഈ ചോദ്യങ്ങളൊക്കെ എന്ന് തുടങ്ങി, അല്ലെങ്കിൽ ഇതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ കുട്ടിക്കാലം മുതൽ ഒരുപാട് ചോദ്യങ്ങളുള്ളൊരു കുട്ടിയാണ്. എല്ലാത്തിലും ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. എപ്പോഴും ഭയങ്കര ക്യൂറിയസ് ആയിരുന്നു. ഇപ്പോഴും ക്യൂറിയസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ പഠിപ്പിസ്റ്റായത്. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ അത് എൻ്റെ നാച്ചുറൽ പേഴ്സണാലിറ്റിയാണ്. അത് ഒരു പുറത്തുനിന്നുള്ളൊരു ഇൻഫ്ലുവൻസ് ഇല്ല അതിൽ. ഇനി നമ്മൾ വിമൻ ഓപ്പോസിക്ക് വരും ബുക്കിലോട്ട്. കാരണം അതിൽ എനിക്ക് പലപ്പോഴും തോന്നുന്നത് സ്ത്രീകൾ മനസ്സിലാക്കണതിൻ്റെ ഒപ്പം തന്നെ പുരുഷന്മാരും മനസ്സിലാക്കണം. അതിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഇത് സ്ത്രീകൾക്ക്, ഫോർ മെൻ ആൻഡ് വിമൻ രണ്ടുപേർക്കും കൂടിയിട്ടുള്ളതാണ്. ഈ നമ്മൾ സ്ത്രീകൾക്ക് തന്നെ അത് മനസ്സിലാവുന്നില്ല. അപ്പോൾ പിന്നെ കൂടെ ജീവിക്കുന്ന അവരുടെ പാർട്ട്നേഴ്സിനും അത് മനസ്സിലാക്കാൻ യാതൊരു വഴിയുമില്ല. മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് മെനോപോസിനേക്കാളും കൂടുതൽ മെനോപോസ് എത്തിക്കഴിഞ്ഞാൽ ഓക്കെ ഒരു ഇതിലെത്തി ഓക്കെ. പക്ഷെ പെറി മെനോപോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേജ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
അത് നമ്മൾ വിചാരിക്കണേക്കാൾ കൂടുതലായിരിക്കും പല സ്ത്രീകളും നേരിടുന്നത്. ഈവൻ ചിലവർ ആത്മഹത്യ, സൂയിസൈഡ് ടെൻഡൻസി വരെ ഉണ്ട്. ഒരു സൈക്യാട്രിസ്റ്റ് പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ ഡിവോഴ്സസ് ഈ ഒരു ടൈമിലാണ് സ്ത്രീകൾ എടുക്കണേ എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഈ ബുക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു, മാം നേരത്തെ പറഞ്ഞു ഒരു 70% ആൾക്കാർക്കായിരിക്കും ഗുഡ്, പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു എല്ലാ മനുഷ്യന്മാർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന. അതെ, സ്പിരിച്വാലിറ്റി ഒരു വളരെ ചെറിയ വിഭാഗം ആൾക്കാർക്ക് മാത്രം ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്. പക്ഷെ അതായത് സ്ത്രീകളുടെ പ്രശ്നങ്ങളും അവർ നേരിടുമ്പോൾ അവരുടെ ചുറ്റിനുള്ള അവരുടെ ഫാമിലിയും അവരുടെ ഫ്രണ്ട്സും അവരുടെ കൊളീഗ്സും എല്ലാവരും നേരിടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഡേ ടു ഡേ ഇഷ്യൂ ആണ്. ഇതൊരു കോമൺ മാൻ, എല്ലാവരും കോമൺ വുമൺ എല്ലാവരും നേരിടുന്ന പ്രോബ്ലമാണ്. അപ്പം ഈ ബുക്ക് ഞാൻ എഴുതാൻ കാരണം വീണ്ടും പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും, പിന്നെ എൻ്റെ അമ്മ ആ പെരിമെനോപോസൽ ഏജിൽ പോയ ഒരു ജേർണിയൊക്കെ കണ്ടുകൊണ്ട് അതിന്ന് ഇനിയും വ്യക്തത വേണം, നമുക്ക് ക്ലാരിറ്റിയിൽ നമുക്ക് എങ്ങനെ ഇത് ട്രാൻസെൻഡ് ചെയ്ത് പോകണം, ഈ ഒരു ഫേസ് എങ്ങനെ നമ്മൾ ആ ജേർണിയിലൂടെ പോകണം എന്നുള്ള ഒരു ക്വസ്റ്റ്യനിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞാൻ എൻ്റെ ഓൺ ഹെൽത്തിന് വേണ്ടിയിട്ടും എൻ്റെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിനും എൻ്റെ റിലേഷൻഷിപ്സ്, എൻ്റെ മാരേജ്, എൻ്റെ ഫാമിലി ലൈഫ് എല്ലാം സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ ഞാൻ കണ്ടുപിടിച്ച കുറേ ടൂൾസും റിസർച്ച് ചെയ്ത കുറേ മെത്തേഡ്സും ഫങ്ഷണൽ മെഡിസിൻ്റെ കുറേ ഹെൽപ്പും എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ലൈഫ് ബെറ്ററായി. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമല്ലേ. അങ്ങനെ അതൊരു ബുക്കിലൂടെ ഇപ്പോൾ പുറത്ത് ഓൾറെഡി വന്നിട്ടുണ്ട്. വിമെനോപോസ് DC ബുക്സാണ് മലയാളം ഇറക്കിയിരിക്കുന്നത്. ബുക്കിൻ്റെ പേര് വിമെനോപോസ് എന്നാണ്, അതായത് മെനോപോസിൻ്റെ മുമ്പിൽ WO എന്നിട്ട് ഒരു പേരാണ്. പക്ഷെ ആമസോണിൽ ചിലപ്പോൾ വിമെനോപോസ് എന്ന് ഇട്ടാൽ ഉടനെ കിട്ടണമെന്നില്ല. അപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ ലിങ്ക് ബയോയിൽ ഇട്ടിട്ടുണ്ട്. ബിക്കോസ് ഞാൻ തന്നെ നോക്കി, വിമെനോപോസ് ഒരു വാക്കല്ലാത്തതുകൊണ്ട് ആമസോണിൽ പെട്ടെന്ന് ഷോ അപ്പ് ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനെ കിട്ടാത്തവർ നേരെ അല്ലെങ്കിൽ വിമൻ _O_പോസ് എന്നിടുമ്പോൾ കിട്ടുന്നുണ്ട് ആമസോണിൽ. DC ബുക്സ് എല്ലാ സ്റ്റോഴ്സിലും വെച്ചിട്ടുണ്ട്. DC ബുക്സിൻ്റെ എല്ലാ സ്റ്റോഴ്സിലും മലയാളം വളരെ ഈസിലി കേരളത്തിൽ അവൈലബിൾ ആണ്, നല്ല രീതിയിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഓൾറെഡി ഫീഡ്ബാക്ക് വന്നു തുടങ്ങി. ബിക്കോസ് മലയാളം ഇറങ്ങിയത് ജൂൺ 15 ഇപ്പോൾ വി ആർ ജസ്റ്റ് ഇൻ ദ ബിഗിനിങ് ഓഫ് ജൂലൈ. ഓൾറെഡി 3ാം പതിപ്പ് പ്രിൻ്റായി കഴിഞ്ഞു. അപ്പോൾ അത്രയധികം പേര് ബുക്ക് ഓൾറെഡി വാങ്ങിച്ചു കഴിഞ്ഞു. എനിക്ക് ഓൾറെഡി ഫീഡ്ബാക്ക് വന്നു തുടങ്ങി. ഇപ്പോൾ മലയാളം ട്രാൻസ്ലേഷൻ ചിലവർ പറഞ്ഞു കുറച്ചുകൂടെ സ്മൂത്ത് ആവാമായിരുന്നു, കുറച്ചൊരു ട്രാൻസ്ലേഷനാണെന്ന് മനസ്സിലാവുന്നുണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷേ ഇൻഫർമേഷൻ അവർക്ക് ഉടനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ട്രാൻസ്ലേഷൻ തന്നെ മാറും, കുറച്ചുകൂടെയും സ്മൂത്തർ റീഡിങ്ങിനാവാൻ. അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിന്യൂസ്ലി ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൻ്റെ ഫീഡ്ബാക്ക് വളരെ പോസിറ്റീവാണ്. ബിക്കോസ് അത് ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതുന്നത്, ഇംഗ്ലീഷാണ് ഒറിജിനൽ, എന്നിട്ട് മലയാളം ട്രാൻസ്ലേഷനാണ്. അപ്പം നല്ല ഫീഡ്ബാക്ക് കിട്ടി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ വി നീഡ് ടു ഡു മോർ പോഡ്കാസ്റ്റ്. ബിക്കോസ് ബുക്ക് എല്ലാവർക്കും വായിക്കാൻ പറ്റണമെന്നില്ല. അതുപോലെ സ്ത്രീകൾ പെരിമെനോപോസിലൂടെ പോകുമ്പോൾ അവർ മെൻ്റലി വളരെ കെയോട്ടിക്കാണ്, ഡിസ്റ്റർബ്ഡ് ആണ്, സ്ലീപ്പില്ല. ഇപ്പോൾ ആസ് എ ന്യൂ മദർ സ്ലീപ്പ് ഇസ് ഡിഫിക്കൾട്ട് അല്ലേ. അതുപോലെ നിങ്ങളുടെ ഹോർമോണൽ ചേഞ്ചസ് ഒരുപാട് ഇപ്പോൾ നടക്കുന്നുണ്ടാവും. അപ്പം മൂഡ് ആൻഡ് ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ് എല്ലാം. അപ്പോൾ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ പറഞ്ഞാൽ 13 years ഓർ അതിന് താഴെ വരെ ഇപ്പോൾ റോളർ കോസ്റ്റർ തുടങ്ങുകയാണ് ഹോർമോൺസിൻ്റെ. ആദ്യം ടീനേജിലൂടെ പോയി അതൊന്ന് സെറ്റായി വരുമ്പോഴേക്കും ദെൻ യു ആർ ഗോയിങ് ത്രൂ മദർഹുഡ്, അതൊന്ന് സെറ്റായി വരുമ്പോഴേക്കും ദെൻ പെരിമെനോപോസ് സ്റ്റാർട്ട്സ്, ദെൻ മെനോപോസ് കംസ്. അപ്പോൾ നമ്മുടെ ലൈഫ് തന്നെ ഒരു മാസത്തിൽ 28 ദിവസത്തെ ഒരു സൈക്കിളിൽ തന്നെ നമ്മൾ അപ്സ് ആൻഡ് ഡൗൺസ് ഓഫ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ, അങ്ങനെ നമ്മൾ തിരമാലകളിലാണ് ജീവിക്കുന്നത്. ഇപ്പം ഞാൻ പറയും ആണുങ്ങൾക്കൊരു 24 hours ആണ്, ഈ സ്ത്രീകളുടെ ലൈഫ് പോയിക്കുന്നത് ഈ 28 days സൈക്കിളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ഫസ്റ്റ് 14 days പോലെ അല്ല, പിന്നെ അങ്ങോട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ 9 months of pregnancy, അത് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും പറയും ഓക്കെ സ്ത്രീകൾ കോംപ്ലിക്കേറ്റഡ്. ഞാൻ പറയും യെസ് സ്ത്രീകൾ കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം നമ്മൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ല, നമ്മുടെ മൂഡ്സ് മാറിക്കൊണ്ടിരിക്കുന്നു, ഇത് മാറിക്കൊണ്ടിരിക്കും. കാരണം നമ്മുടെ ഹോർമോൺസ് ഫുൾ. പക്ഷേ ഇത് കെയോട്ടിക് അല്ല, ശരിയാണ്, കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ അത് അറിവില്ലായ്മയിൽ നമ്മൾ മൂവ് ചെയ്താൽ അത് കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോഴാണ് പുരുഷന്മാർക്ക് ഇറിറ്റേഷൻ ആവുന്നത്. എന്ന് വെച്ചാൽ മനസ്സിലാവാത്തൊരു കാര്യം
അവരെ അലട്ടുകയാണ്. ബിക്കോസ് അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരെ അവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇറ്റ്സ് ഡിഫിക്കൾട്ട്. അപ്പോൾ നമുക്ക് തന്നെ നമ്മൾ മനസ്സിലാവണം. അപ്പോൾ ആ ഫസ്റ്റ് 14 ഡേയ്സിൽ നമുക്ക് കുറേയും കൂടെ അപ്സേർജ് ഓഫ് എനർജി ആൻഡ് സ്ട്രെങ്ത് ഉണ്ട് ഈസ്ട്രജൻ വരുമ്പോൾ. അപ്പോൾ ബുക്കിൽ ഇങ്ങനെ കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ബുക്ക് വായിച്ചിട്ട് അയ്യോ എനിക്കിത് മനസ്സിലാവില്ല എന്ന് ആരും വിചാരിക്കരുത്. വളരെ സിമ്പിൾ ലാംഗ്വേജിലാണ്. പക്ഷെ നമ്മുടെ ബേസിക് ഹോർമോൺസ് എന്താണ്, എങ്ങനെയാണത് ബിഹേവ് ചെയ്യുന്നത്, ഇതൊരു മെഡിക്കൽ ടെക്സ്റ്റ് ബുക്ക് അല്ല. ഇത് വെറുതെ ഒരു ലേമാൻസ് ടേംസിൽ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ്. പക്ഷേ നമുക്ക് മനസ്സിലാവണം നമ്മുടെ 14 ഡേയ്സ്, ഫസ്റ്റ് 14 ഡേയ്സ് ഇങ്ങനെയാണ്, നമ്മുടെ നെക്സ്റ്റ് 14 ഡേയ്സ് അങ്ങനെയാണ്. ഇപ്പോഴാണ് ഈസ്ട്രജൻ്റെ സർജ്, അപ്പോൾ കുറച്ചും കൂടെ എനർജി ആൻഡ് വൈറ്റാലിറ്റി ഉണ്ട്. പ്രൊജസ്ട്രോണിൻ്റെ സർജിൽ നമ്മൾ കുറേയും കൂടെ കാം ആൻഡ് റെസ്റ്റഡ് ആയിട്ട്, അപ്പോൾ നമുക്ക് നമ്മുടെ മന്ത് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റണം. വെദർ യു ആർ എ വർക്കിംഗ് വുമൺ, വെദർ യു ആർ എ ഹൗസ് വൈഫ്, എന്താണെങ്കിലും നമുക്ക് അറിവുണ്ടെങ്കിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവില്ല. ആദ്യം നമ്മുടെ കൺഫ്യൂഷൻ മാറണം, എന്നാലേ നമ്മുടെ ചുറ്റിനുള്ളവരോട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി അതിനൊരു ഷെഡ്യൂൾ ആക്കിയെടുക്കാം. അപ്പം നമ്മുടെ 28 ഡേയ്സ് കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആവും. ഓർഗനൈസ്ഡ് ആവുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോംപ്ലെക്സ് ആണെങ്കിലും നമ്മൾ കോംപ്ലിക്കേറ്റഡ് അല്ല. ഇപ്പം എന്ന് വെച്ചാൽ കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് കുറേ വയേഴ്സ് എല്ലാം കൂടെ കെട്ടുപിടിച്ച് കിടക്കുന്ന പോലെയാണ്. ഇത് നമ്മളെല്ലാം മാറ്റി സെപ്പറേറ്റ് ആയിട്ട് കളർ കോഡഡ് ആയിട്ട് എടുത്തു വെക്കുക. ഇപ്പോൾ നമ്മൾ പൊതുവേ സ്ത്രീകൾ മൾട്ടി ടാസ്കിങ്ങിന് ഏറ്റവും അടിപൊളിയാണ് സ്ത്രീകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്. കാരണം ഫാമിലി നോക്കുന്നുണ്ട്, പിന്നെ ഇപ്പോൾ നമ്മുടെ പ്രൊഫഷൻ എന്താണോ അത് നോക്കുന്നത്, എല്ലാം നമുക്ക് ഒരുമിച്ചാകും. പക്ഷെ അത് ശരിക്കും ഓക്കെ നമ്മൾ അത് അത്ര എനർജി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി ഉണ്ട്. കാര്യം ഈ ഒരു മെനോപോസിൽ എടുക്കുന്ന സമയത്ത് ഇത് മൊത്തം ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്താണ് നമ്മൾ കൂടുതൽ ഡിസ്റ്റർബ്. കാരണം നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇറിറ്റേഷൻ ആയിട്ട് മാറും, നമുക്ക് പറ്റാണ്ടായി മാറും. ഓക്കെ, മുമ്പ് വീട്ടിലെ എല്ലാ പണികളും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി വീക്കായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇമോഷണലി നമ്മൾ വീക്കാണെങ്കിലും നടക്കില്ല. ഇപ്പം എൻ്റെ ഉമ്മാനെ തന്നെ എക്സാമ്പിൾ എടുത്തു. ഇപ്പം ഞാൻ പോസ്റ്റ്മോർട്ടം ഫേസിലാണെങ്കിൽ എൻ്റെ കറക്റ്റ് ടൈമിലാണ് എൻ്റെ ഉമ്മ ഈ മെനോപോസ് സ്റ്റേജിലെത്തിയേക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും. അപ്പം ഞാൻ ഉമ്മാനോട് പറയും, ഞാൻ ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ഫേസിലല്ലേ, അപ്പോൾ ഉമ്മ അവിടെ മെനോപോസ് സ്റ്റേജിലാണ്. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമങ്ങൾ പറയാമെന്ന് മാത്രമല്ല, എങ്ങനെ നമുക്ക് രണ്ട് കൂട്ടർക്ക് ആ സമയത്ത് ഹെൽപ്പ് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ ടൈമിൽ എങ്ങനെ മനസ്സിലായി ഹെൽപ്പ് ചെയ്യാൻ? ഒന്ന്, രണ്ടുപേരുടെയും ആവശ്യങ്ങൾ വളരെ സിമിലറാണ്. റെസ്റ്റ് ആവശ്യമുണ്ട്, വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ആവശ്യമുണ്ട്, ഒരു സർട്ടൻ കൈൻഡ് ഓഫ് എക്സസൈസ് ആവശ്യമുണ്ട്, വളരെ സ്ട്രെനിയസ് അല്ലാത്ത നല്ല ഫ്ലോ ഉള്ള എക്സസൈസസ്. എസ്പെഷ്യലി യോഗ ഈസ് ബ്രില്യൻറ്റ്. യോഗ, തൈച്ചി, ചിഗോങ്, അല്ലെങ്കിൽ ഈവൻ പിലാറ്റസ് ഓർ ഈവൻ ജിമ്മിൽ പോയാൽ പോലും നമുക്ക് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണം. പക്ഷെ ഒരുപാട് കാർഡിയോ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ടൈലർ മേക്ക് ചെയ്യണം. നമ്മുടെ ലൈഫിൻ്റെ ഒരു ടൈലർ മെയ്ഡ് വേർഷൻ ആയിരിക്കണം. അപ്പോൾ അതിനുള്ളൊരു സഹായമായിട്ടാണ് ബുക്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഓരോരുത്തരുടെ റിക്വയർമെൻറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഉമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളല്ല ഹിലയ്ക്ക് ആവശ്യമുള്ളത്. സോ യു ഹാവ് ടു ആക്ച്വലി സ്പെൻഡ് സം ടൈം. കുറച്ച് നേരം ഇരുന്ന് എൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്. സോ പക്ഷെ ബേസിക്കലി സിമ്പിളാണ്. ബേസിക്കലി നമുക്ക് 4 ആവശ്യങ്ങളാണ് ലൈഫിലുള്ളത് ഹെൽത്തിന്. ഒന്ന് ഉറക്കം. ഉറക്കം കുറഞ്ഞു പോകുമ്പോൾ അത് ഓഫ്കോഴ്സ് ഫോർ എ ന്യൂ മദർ അത് എപ്പോഴും ഉറങ്ങുകയാണെങ്കിലും ഉറക്കത്തിലും യു മസ്റ്റ് ബി കണ്ടിന്യൂസ്ലി സെമി അവേക്ക്, അല്ല ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ പറ്റില്ല. ബിക്കോസ് കുട്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും കുറച്ച് ഉണർവിലാണ്. പക്ഷേ അറ്റ് ദിസ് ഏജ് യു ആർ ഓൾസോ സപ്പോർട്ടഡ് ബൈ യുവർ ഹോർമോൺസ്. അത് ചെയ്യാൻ പറ്റാൻ വേണ്ടി പ്രകൃതി തന്നെ അതിനനുസരിച്ച് ഹോർമോൺസ് റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരാൾക്കത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സ്വന്തം കുഞ്ഞിനെ നോക്കുന്ന പോലെ വേറൊരാൾക്ക് നോക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾക്ക് തന്നെ ഇഫ് യു ആർ നോട്ട്, ഇപ്പോൾ അമ്മ അല്ലാത്ത ഒരാൾക്ക് ആ കുഞ്ഞിനെ അതേപോലെ നോക്കാൻ പറ്റില്ല. അതൊരു നോർമൽ ഒരു കെമിക്കൽ ഇമോഷണൽ ബോണ്ട് ഉണ്ട് അവിടെ. ദാറ്റ്സ് വൈ യു ആർ ഏബിൾ ടു ഡു ഇറ്റ്. അതേ സമയത്ത് ഈ ജോലി ഉമ്മയോട് ഇൻസ്റ്റഡ് ഞാൻ ഇന്ന് ഉറങ്ങട്ടെ, ഇന്ന് ഉമ്മ നോക്കിക്കോ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ബിക്കോസ് അറ്റ് ഹെർ ഏജ് ഹെർ ഹോർമോൺസ് ആർ നോട്ട് സപ്പോർട്ടിങ് ഇറ്റ്. ഹോർമോൺസ് പറയുന്നത് ഇപ്പോൾ കുട്ടികളെ നോക്കേണ്ട ഏജ് അല്ല, ഇപ്പോൾ നിങ്ങളെ നോക്കേണ്ട ഏജാണ് എന്ന് പറയുന്നിടത്ത്, അതുകൊണ്ടാണല്ലോ ഈ ഏജിൽ സ്ത്രീകൾക്ക് കുട്ടികളെ ജന്മം കൊടുക്കാൻ പറ്റാത്തത്. ബിക്കോസ് അവിടെ വെച്ച് നമ്മൾ പ്രകൃതി സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, ഇനഫ്, ഇനി നിങ്ങളെല്ലാവരെയും നോക്കിയത് നിർത്തിയിട്ട് നിങ്ങളെ നോക്കൂ എന്ന് പറയുന്ന ഏജാണ്. സോ യു ആർ ലുക്കിംഗ് ആഫ്റ്റർ യുവർ ചൈൽഡ്. ഹിലയുടെ മോള് നോക്കുന്നു,
ഉമ്മേനെ നോക്കണം. അതാണ് ഞാൻ ഇടക്കാലേക്ക് ഇപ്പോൾ മോള് ഇപ്പോൾ രാത്രി ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് വലിയ ക്ഷീണമൊന്നും എനിക്ക് ഉണ്ടാവില്ല. കാരണം എനിക്ക് ക്ഷീണമില്ല. കാരണം ഒരു ബേബി ആവണേക്കാളും മുമ്പുള്ള എനിക്ക് രാത്രി ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ എനിക്ക് ഒട്ടും പറ്റില്ല. പക്ഷെ ഇപ്പം ഞാൻ അതിൽ ഇപ്പോൾ കുറച്ച് നേരം ഇപ്പോൾ ഒരു 3 hours ഒക്കെ ഉമ്മാരുടെ അടുത്ത് ബേബിയായി ഉമ്മ ക്ഷീണിക്കും. അപ്പോൾ ആദ്യമൊന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല എന്തിനാ ഉമ്മ ഇങ്ങനെ ക്ഷീണിക്കുന്നത്. എനിക്ക് അത്ര കുഴപ്പമില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കി കൊടുത്തു ബേബി എന്നെയാണ്, ഉമ്മയുടെ ഏജ് ഡിഫറെൻ്റ് ആണ്, എൻ്റെ ഏജ് അല്ല ഉമ്മയുടെ ഏജ്. ഉമ്മ പോയിക്കൊണ്ടിരിക്കുന്നത് പോസ്റ്റ്പാർട്ടം ഫേസിലല്ല, ഉമ്മ പോകുന്നത് മെനോപോസിലാണ്. അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇത് മനസ്സിലാക്കേണ്ടത് ഉമ്മാനേക്കാൾ കൂടുതൽ ഇപ്പം എൻ്റെ ഒരു സ്ത്രീനേക്കാളും കൂടുതൽ അവർ കൂടെ നിൽക്കുന്നവർ അത് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ആദ്യം സ്ത്രീകൾക്ക് മനസ്സിലാവണം, എന്നിട്ട് അവരുടെ ചുറ്റിനുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കണം ത്രൂ ദാറ്റ് ഇൻഫർമേഷൻ. ഇത് ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല. ഇപ്പോൾ എന്നെ പോലത്തെ ആൾക്കാർ പുറത്തു വന്ന് പബ്ലിക്കലി ഇത് പറയുന്നു. അപ്പോൾ ഇതൊരു ഡിസ്കഷനായി. ഇതാണ് ഞാൻ കാണുന്ന എൻ്റെ റെസ്പോൺസിബിലിറ്റി ആസ് എ പബ്ലിക് ഫിഗർ, ആസ് എ ആൾക്കാർ, പൊതുജനം നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. വെറുതെ വന്ന് മൈക്കിൻ്റെ മുമ്പിൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടി അല്ല ഇവിടെ മൈക്ക് ഞാൻ യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന രീതിയിലാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ ഡിസ്കഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ എൻ്റെ ബുക്കിൽ ഇതിനെ പറ്റിയുള്ള എല്ലാം എഴുതി കഴിഞ്ഞു, ഇനി ഒന്നും പറയാനില്ല, ഇതതിൻ്റെ അവസാന വാക്കാണെന്നല്ല. ദിസ് ഇസ് ദ സ്റ്റാർട്ട് ഓഫ് എ ഡിസ്കഷൻ. നമ്മളെല്ലാവരും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇതെങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാം, എങ്ങനെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. ആദ്യം മനസ്സിലാക്കേണ്ടത് സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ഡിഫറൻസസ് ആണ്, അതും ബുക്കിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ഡിഫറൻസസിനെ എങ്ങനെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് യൂസ് ചെയ്യാം. നമ്മളെല്ലാം സിമിലർ ആണെങ്കിൽ നമുക്ക് ഒരേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റും, പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളപ്പോൾ ഒരു ടീമായിട്ട് വർക്ക് ചെയ്താൽ നമുക്ക് എത്ര സ്ട്രെങ്ത് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട പവർ. അല്ലാതെ അങ്ങോട്ടും ഞങ്ങളാ ബെറ്റർ നിങ്ങളല്ല ബെറ്റർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മണ്ടത്തരമല്ലേ. വി ആർ കോംപ്ലിമെൻ്ററി. ഫസ്റ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ആദ്യം സ്ത്രീകൾക്ക് സ്ത്രീകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാവണം, പുരുഷന്മാർക്ക് മനസ്സിലാവണം സ്ത്രീകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അവരെങ്ങനെ അറിയുക? അവർക്ക് 5 ഹോർമോണും ഇല്ല, അവർ കുട്ടികൾക്ക് ജന്മം കൊടുക്കുന്നില്ല, അവരിതിലൂടെ ഒന്നും കടന്നു പോകുന്നില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്താലേ അവർക്ക് മനസ്സിലാവുള്ളൂ. നമ്മളിത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അത് പറയാൻ പറ്റണം. അപ്പോൾ എല്ലാവർക്കും അത് പറയാൻ പറ്റണമെന്നില്ല. അതിനാണ് ഈ പോഡ്കാസ്റ്റും ബുക്സൊക്കെ ഉള്ളത്. പറയാൻ പറ്റാത്തവർ പോഡ്കാസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ബുക്ക് കൊടുക്കൂ വായിക്കാൻ. ഇപ്പോൾ എൻ്റെ പോഡ്കാസ്റ്റ് മാത്രമല്ല, ഈ ടോപ്പിക്കിൽ ഇഷ്ടം പോലെ എക്സ്പേർട്സ്, ഇപ്പോൾ എൻ്റെ ബുക്കിൽ തന്നെ ഡോക്ടേഴ്സ് ചാപ്റ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടേഴ്സും ഗൈനക്കോളജിസ്റ്റും ഒക്കെ ചാപ്റ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഒരു ചാപ്റ്റർ എഴുതിയിട്ടുണ്ട് ബുക്കിൻ്റെ എൻഡിൽ. അപ്പോൾ ഇതൊക്കെ ആ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച്, ഈ ഡിസ്കഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങളായിട്ട് തന്നെ നിങ്ങൾ ഇനിയും റിസർച്ച് ചെയ്യും, പിന്നെ ഫ്രം ട്രയൽ ആൻഡ് എറർ, ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ പഠിക്കും. പക്ഷേ ഡെഫിനറ്റ്ലി ചേഞ്ചസ് ഉണ്ട്. ഓരോ ലൈഫ് സ്റ്റേജിലും നമുക്ക് വേണ്ട കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്, അതിന് വേണ്ട പരിഗണന ഡിഫറെൻ്റ് ആണ്. ആ പരിഗണന ആദ്യം നമുക്ക് തന്നെ കൊടുക്കണം, മറ്റുള്ളവരിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ. ബിക്കോസ് അവർക്കറിയില്ല. ഇപ്പോൾ നമ്മുടെ ലൈഫിലുള്ള ബാക്കിയുള്ളവർ, ഫാമിലിയിലുള്ളവർ, പുരുഷന്മാർക്ക് പ്രത്യേകിച്ചും ആ സ്ത്രീയുടെ ആവശ്യങ്ങൾ അറിയില്ല. അവർക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് ഇന്നതാണ് വേണ്ടത്, ഇത് ചെയ്തു തന്നാൽ, അല്ലെങ്കിൽ ഇത് പ്രൊവൈഡ് ചെയ്ത് തന്നാൽ എനിക്ക് വലിയ ഹെൽപ്പ് ആവുമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 90% മെൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൽ നമുക്ക് 4 കാര്യങ്ങൾ ഫിക്സ് ചെയ്യുക നമ്മുടെ ആവശ്യങ്ങളിൽ. ഒന്ന് സ്ലീപ്പിന് വേണ്ട എന്താണോ സപ്പോർട്ട്, എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, എസ്പെഷ്യലി പെരിമെനോപോസ് ടൈമിലും മെനോപോസ് ടൈമിലും. ഉറക്കം വലിയൊരു പോയിൻ്റാണ്. അപ്പോൾ ഉറക്കം ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ സപ്ലിമെൻറ്റേഷൻ എടുക്കേണ്ടി വരുമായിരിക്കും. അതിന് നല്ലൊരു ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടറെ കണ്ട് അതിന് വേണ്ട സപ്ലിമെൻറ്റ്സ് എടുക്കുക. ഇതുപോലെ ഡയറ്റ് ലോ കാർബ് പോകുന്തോറും, കാർബ്സ് കുറയ്ക്കുന്തോറും ഇറ്റ് ഈസ് ഈസിയർ ടു മാനേജ് വെയ്റ്റ് ആൻഡ് മൂഡ് ആൻഡ് എവറിത്തിങ്. മസിൽ മാസ് കൂടാൻ വേണ്ടി നമ്മൾ കുറച്ച് വെയ്റ്റ്സ് എടുക്കണം മസിൽ ഡീജനറേറ്റ് ചെയ്യുന്നതിന് മുമ്പ്. അതൊക്കെ എക്സസൈസിൽ, യോഗ, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ സ്ലീപ്പ്, ഡയറ്റ്, എക്സസൈസ്. പിന്നെ ലൈഫ് സ്റ്റൈൽ, സൂര്യപ്രകാശം കൊള്ളുക, നിലത്ത് ഒന്ന് കാല് ചവിട്ടി നടക്കുക, കുറച്ച് പ്രകൃതിയിലൊക്കെ പറ്റാവുന്ന അത്രയും ടൈം സ്പെൻഡ് ചെയ്യുക. ഇപ്പോൾ പ്രകൃതിയിൽ പോകാൻ സമയമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വീട്ടിൽ കുറച്ച് ചെടികളൊക്കെ വളർത്തി ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക.
പിന്നെ മ്യൂസിക് കേൾക്കുക. നമ്മൾ നമ്മളെ തന്നെ സൂതിയാനുള്ള കാര്യങ്ങൾ മാക്സിമം ലൈഫിലേക്ക് ആഡ് ചെയ്യുക. അതൊരു ലൈഫ് സ്റ്റൈൽ ക്രിയേഷനാണ്. അതൊക്കെ സെൽഫ് ലവിൻ്റെ ഭാഗമാണ്. എന്ന് വെച്ചാൽ മറ്റുള്ളവരെ പരിഗണിക്കാതെ ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കിക്കൊണ്ട് നടക്കുക എന്നുള്ളതല്ല പറയുന്നത്. പക്ഷെ ഉള്ള സമയത്ത് നമ്മൾ എത്രത്തോളം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രയും ആക്ടിവിറ്റീസ് ലൈഫിൽ ആഡ് ചെയ്യുക. പിന്നെ ഇതൊക്കെ കൂടാതെ ശരിക്കും ഇതിൽ ഒരു ഡോക്ടറിൻ്റെ സാന്നിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് പെരിമെനോപോസൽ ഫേസിൽ പോകുന്ന സിവിയർ ഡെഫിഷ്യൻസീസ് സംഭവിക്കും. ഇപ്പോൾ പ്രഗ്നൻസി ടൈമിൽ ഡോക്ടറെ കാണാതെ ആരെങ്കിലും പോയി ഇത് നാച്ചുറലാണ്, ഡോക്ടറുടെ ഒന്നും ആവശ്യമില്ല എന്ന് ആരും പറയുന്നില്ലല്ലോ. അതേപോലെ പെരിമെനോപോസൽ ടൈമിലും ഒരുപക്ഷെ പണ്ട് കാലത്ത് ഡോക്ടറെ ആരും കാണണ്ടാവില്ല, നേരെ പ്രസവത്തിൻ്റെ സമയമാകുമ്പോൾ പ്രസവിക്കുന്നു എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ മോഡേൺ ലൈഫും മോഡേൺ ഡേ പൊല്യൂഷൻസും സാഹചര്യങ്ങളും ജീവിത രീതിയും ഒക്കെ അങ്ങനെയായി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാം നമ്മൾ തന്നെ നട്ട് വളർത്തി നമ്മളുണ്ടാക്കിയ ഫുഡല്ലല്ലോ. അപ്പം നമുക്ക് സപ്ലിമെൻറ്റേഷൻ വളരെ എസെൻഷ്യലായിട്ട് വരും. അതിനൊരു ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടറെ തന്നെ കാണണം. ബിക്കോസ് നമ്മൾ ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടർ എന്ന് പറയാൻ കാരണം നമ്മുടെ നോർമൽ മെഡിസിൻ പോകുന്നത് ഡിസീസ് ക്യൂർ അങ്ങനെയാണ്. ഇതൊരു ഡിസീസല്ല. അപ്പോൾ ലൈഫ് സ്റ്റൈലിൽ വേണ്ട സപ്ലിമെൻറ്റേഷനും ക്ലെൻസിങ്ങും ഡീടോക്സിഫിക്കേഷനും അങ്ങനത്തെ കാര്യങ്ങളാണ് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനം. എനിക്ക് വേറെ ഒന്നുമല്ല, സമാധാനം ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ഒന്നും വേണ്ടാത്തൊരു അവസ്ഥ. എല്ലാവർക്കും അതാണുള്ളത്. മറ്റേ മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്നെ തോന്നിയിട്ടുണ്ട് ഞാൻ തന്നെ പോയി ഏതൊക്കെയോ വള്ളികൾ ഞാൻ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ തന്നെ പോയി ഒരു വള്ളി പിടിക്കാൻ കഴിഞ്ഞാൽ ഞാൻ കരഞ്ഞിരിക്കും. പിന്നെ അതീത് തിരിച്ചു വരാൻ എനിക്ക് അറിയൂല. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ പ്രത്യേകിച്ച് ഒന്നിക്കും ഞാൻ പോവാറില്ല. ഞാൻ എന്താണ് ഓക്കെ എൻ്റെ തന്നെ ഞാനിപ്പോൾ വെറുതെ ഒറ്റക്ക് റൂമിൽ ഇരിക്കുകയാണെങ്കിൽ പോലും ഞാൻ അതിൽ ഹാപ്പിയാണ്. ഞാൻ പീസ്ഫുൾ ആണ്. ഇപ്പോഴത്തെ ഹോർമോൺസിന്റെ ഇഫക്റ്റ് ആണ്. ബിക്കോസ് ഇപ്പൊ പുതിയതായിട്ട് അമ്മയായതിന്റെ ഹോർമോൺസ് ആണ്. ഇനി കുറച്ച് കാരണം ഞാൻ തന്നെ ഇടയ്ക്ക് ഞാൻ ആലോചിക്കുന്നത് ഞാൻ തന്നെയാണോ, എനിക്ക് മനസ്സിലാവുന്നില്ല. വീണ്ടും മാറും, ഇനിയും മാറും, ഇനിയും മാറും, ഇനിയും മാറും. നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പം അത് തന്നെ നമ്മൾ ആദ്യമേ ഉൾക്കൊണ്ടാൽ മതി. ഓക്കെ, ഞാൻ മാറിക്കൊണ്ടേയിരിക്കും എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇറ്റ്സ് ഓക്കെ. ഞാൻ എങ്ങനെയായിരുന്നോ അങ്ങനെ ഇരിക്കണമെന്ന് എപ്പോഴും വാശി പിടിച്ചാൽ ലൈഫ് ഡിഫിക്കൽട്ടാവും. എനിക്ക് മാമിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എവിടെ പറഞ്ഞെങ്കിൽ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് എൻ്റെ ലൈഫിൽ മാൻ ആവേണ്ട ആവശ്യമില്ല, ഒരു പുരുഷനാവേണ്ട ആവശ്യമില്ല. എനിക്ക് പലരും പറയും നമ്മൾ ഫെമിനിസം എന്ന് പറയുന്നതൊന്നുമല്ല, പക്ഷെ ഇതിലെല്ലാം കൂട്ടിക്കുഴച്ച് പറയുന്നതാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ആണുങ്ങളെ പോലെ എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ആൺകുട്ടീനെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നമുക്കൊരു പെൺകുട്ടിയായിട്ട് തന്നെ ഇരുന്നാൽ മതി. നമുക്ക് എല്ലാം ഉണ്ടെന്ന്. പക്ഷെ പുരുഷന് പറ്റുന്ന പുരുഷന്മാർക്കേ പറ്റുന്ന കുറേ കാര്യങ്ങൾ, സ്ത്രീകൾക്ക് പറ്റുന്ന സ്ത്രീകൾക്ക് പറ്റുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്കൊരു പെണ്ണായിട്ട് ഇരുന്നാൽ മതി. ഞാൻ അതിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം. മാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ പറയുന്നേക്കാളും കുറച്ചും കൂടി ആൾക്കാർക്ക് കൺവേ ചെയ്യാൻ പറ്റും മാം പറയുമ്പോഴായിരിക്കും. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഈ കോണ്ടെക്സ്റ്റിലാണ്. എൻ്റെ പുതിയ ബുക്ക് വിമനോപോസിൻ്റെ മലയാളത്തിൻ്റെ കവറ് എൻ്റെ ഹാഫ് ആൻഡ് ഹാഫ് ഫേസ് ആയിട്ടാണ്. ഒരു സൈഡിൽ ഷോർട്ട് ഹെയറിൻ്റെ ഒരു ഫേസും ഇപ്പുറത്ത് എൻ്റെ ഇപ്പോഴത്തെ ലുക്ക് ലോങ് ഹെയർ ഒക്കെ ആയിട്ടുള്ള കുറച്ചുകൂടെ ഫെമിനിൻ ആയിട്ടുള്ള സൈഡ്. അപ്പോൾ അതിലുദ്ദേശിക്കുന്നത് ഇതിനു മുമ്പ് എൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നു, ഞാൻ എൻ്റെ ലൈഫിലെ പുരുഷൻ, അതായത് ആ മെയിൽ എനർജി മുഴുവനും ഞാൻ തന്നെയാണ് ഇട്ടിരുന്നത് എൻ്റെ ലൈഫിൽ. അതായത് പുറത്തേക്ക് പോവുക, നമ്മുടെ കരിയർ, നമ്മുടെ തന്നെ സേഫ്റ്റി, സെക്യൂരിറ്റി, നമ്മുടെ എല്ലാ കാര്യങ്ങളും ലൈഫ് ബിൽഡ് ചെയ്യുന്നത് എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനൊരു സ്ത്രീ ആണെങ്കിലും ഞാൻ ആണുങ്ങളെടുക്കുന്ന അത്രയും കൈൻഡ് ഓഫ് എഫേർട്ട്, വളരെ മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു. എല്ലായിടത്തും നമ്മുടെ മാസ്കുലിൻ എനർജി എന്നാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ വളരെ പീസ്ഫുള്ളായി. ഞാൻ കുറേയും കൂടെ ലൈറ്റായി, കുറേയും കൂടെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഹില പറഞ്ഞ പോലെ എനിക്ക് ഇങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കാൻ സുഖം. ബിക്കോസ് ഞാനായിട്ട് ആ പുരുഷൻ്റെ റോൾ പ്ലേ ചെയ്യണ്ട എൻ്റെ ലൈഫിൽ. ആക്ച്വലി ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡുണ്ട്. സോ അതിൽ വലിയൊരു മാറ്റമുണ്ട്. അതും ഈ ഹോർമോൺസുമായിട്ട് വളരെ റിലേറ്റഡാണ്. നമ്മൾ എത്രത്തോളം നമ്മുടെ ഹോർമോൺസിനെ എതിരെ വർക്ക് ചെയ്യുന്നോ അത്രയും സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ കൂടും. നമ്മൾ കുറച്ചും കൂടെ ആ ഫ്ലോ സ്റ്റേറ്റിലേക്ക് ഈ 28 ഡേ സൈക്കിളിൽ ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഫെമിനൻ ആണ്. അപ്പോൾ നമ്മുടെ സ്ട്രെസ് ലെവൽസ് അതിനനുസരിച്ച് കുറയും. പക്ഷെ നമുക്ക് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ വേണം, ഒരു ആള് നമുക്കൊരു അത് വേണം. പില്ലർ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഈ റോൾസ് എല്ലാം ചെയ്യേണ്ടി വരും. കാരണം നല്ല സ്ട്രെയിൻ അല്ലേ. എൻ്റെ ഉമ്മാനെ ഞാൻ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മ ഡിവോഴ്സായി എൻ്റെ ഫാദറിനായിട്ട്. പിന്നെ ഞാൻ കണ്ടേക്കുന്നത്
ഉമ്മ ഒറ്റക്ക് റോൾ എടുക്കാവൂ. എൻ്റെ ഉപ്പയായിട്ടും ഉമ്മയായിട്ടും ഒക്കെ ഉമ്മയാ. അപ്പം ഫുൾ വീട്ടിൽ നേരെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെയൊക്കെയാണ് ഉമ്മ സെക്കൻഡ് മാരേജ് എന്നുള്ളൊരു ഇതാക്കുന്നത്. അതും പക്ഷേ ഏറ്റവും ലൈഫിൽ ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു. കാരണം അതിന് ശേഷം ഉമ്മാനെ ഞാൻ കാണുന്നത് വളരെ പീസ്ഫുൾ ആയിട്ടാണ്, ഭയങ്കര ഹാപ്പി ആയിട്ടും. അതിനു മുമ്പ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് എനിക്ക് തന്നെ ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട്, ഉമ്മ എന്തൊരു സ്ട്രിക്റ്റ് ആണ്, എന്തൊരു ഇതാ. കാരണം ചിരിയൊക്കെ വളരെ എന്നാൽ ഇപ്പൊ നോക്കുമ്പോ എന്നേക്കാൾ അല്ലേ, എന്നേക്കാൾ ചെറുപ്പാണ് ഉമ്മ. ഉമ്മ എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ കളിക്കുട്ടി. അത് എൻ്റെ ഉപ്പ വന്ന കാരണമാണ്. അതിന് പകരം കുറച്ചും കൂടിയും ഒരു ഇതാണെങ്കിലും ഒരിക്കലും ഉമ്മാക്ക് ആ ഒരു ഇതിൽ ഇതാക്കാൻ പറ്റത്തില്ല. തീർച്ചയായും അത് വലിയൊരു പാർട്ടാണ്. നമ്മുടെ സപ്പോർട്ട് ചെയ്യാനുള്ള സിസ്റ്റം എപ്പോഴും നമുക്ക് വേണം. എസ്പെഷ്യലി സ്ത്രീകളെന്ന നിലയ്ക്ക് നമുക്ക് മൾട്ടി ടാസ്കിങ് പറ്റും, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ കറക്റ്റ് സപ്പോർട്ട് സിസ്റ്റം ഇല്ലെങ്കിൽ നമ്മൾ ഭയങ്കര എന്താ പറയുക സീരിയസ് ആയി പോകും, നമ്മൾ ഭയങ്കര ഹാർഡായി പോകും. അതാ ഞാൻ പറഞ്ഞത്. എനിക്കപ്പോൾ ആ സമയത്ത് എൻ്റെ ഉമ്മ ഒരു ഫ്രണ്ടാണോ ചോദിച്ചാൽ ഞാൻ ഫ്രണ്ടാന്ന് ഒരിക്കലും പറയില്ല, എൻ്റെ ഉമ്മയാണെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ ഇപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മ ഫ്രണ്ടുമാണ് മദറുമാണ് എല്ലാം എന്ന് പറയും. കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അതേ ഒരു എനർജി. നിങ്ങൾക്ക് തമ്മിലിപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ജീവിത സാഹചര്യങ്ങൾ സംഭവിച്ചു. ലൈക്ക് എൻ്റെ അമ്മയ്ക്കാണ് ഞാൻ എൻ്റെ ബുക്ക് വിമനോപോസ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഇപ്പോഴാണ് എനിക്ക് 43 ആയപ്പോഴാണ് അമ്മ എനിക്ക് മനസ്സിലായത്. അതായത് അമ്മ എന്തിലൂടെയൊക്കെയാണ് കടന്നുപോയത്, അമ്മയുടെ സ്റ്റൈൽ ഓഫ് തിങ്കിങ് ഒക്കെ എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്, റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ ഹിലയ്ക്ക് ഒരു പക്ഷേ ഇപ്പോൾ ഒരു അമ്മ ആയപ്പോഴായിരിക്കും മദറിനെ കുറച്ചുകൂടെ മനസ്സിലായി. എൻ്റെ ഉമ്മ ഇടയ്ക്ക് എന്നെ തല്ലൂടുമ്പോ ഒക്കെ പറയും, നമുക്കൊരു മോളാവട്ടെ, അപ്പൊ മനസ്സിലാവും എൻ്റെ വിഷമം, അപ്പൊ മനസ്സിലാവും എൻ്റെ വിഷമം. അപ്പൊ ഒന്നുമില്ലേ ഞാൻ ഇടയ്ക്ക് ഇതിപ്പോഴും ഞാൻ അഡ്മിറ്റ് ചെയ്യുന്ന കാര്യമൊന്നുമല്ല, പക്ഷെ എന്നാലും ചില സമയത്ത് പാവം എൻ്റെ ഉമ്മ പറഞ്ഞ ഇപ്പൊ അഡ്മിറ്റ് ചെയ്തു. ഇപ്പൊ ഞാൻ അഡ്മിറ്റ് ചെയ്തു. ഇതേപോലെ ഞാൻ പല ഇന്റർവ്യൂസിലൊക്കെ ഞാൻ ഇതേപോലെ അഡ്മിറ്റ് ചെയ്യും. അപ്പൊ ഉമ്മ പറയും, എന്നോട് പറഞ്ഞില്ലെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ പോയി പറയാമല്ലോ നിനക്കെന്ന് പറയും. ഇനി എനിക്ക് മൂവീസ്, കാരണം മാം ഒരു ആക്ടറും കൂടിയാണെന്നുള്ളൊരു അത് പലരും മറക്കുന്ന എന്നെ പോലെ. ഇപ്പൊ ഞാൻ ഫുള്ള് ബുക്കിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചത്. മാമിന്റെ നെക്സ്റ്റ് പ്രോജക്ട്സ് എന്തൊക്കെയാ? നല്ല ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്. 2026 ഫസ്റ്റ് റിലീസ് വലതുവശത്തെ കള്ളനായിരുന്നു എനിക്ക്. അത് വളരെ നല്ലൊരു പടം ആയതുകൊണ്ടും ജീത്തു ജോസഫ് മൂവിയും പിന്നെ ഇപ്പോൾ OTT വന്നപ്പോഴാണ് അതിലേറെ നല്ല കമൻറ്റ്സ് കേട്ട് തുടങ്ങിയത്. ഇപ്പോൾ എല്ലാവരും OTT വരാൻ വെയിറ്റ് ചെയ്യാണല്ലോ പടങ്ങൾ കാണാൻ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സിനിമ തന്നെ നന്നായിട്ട് മാറുന്നുണ്ട്. പക്ഷെ എന്തായാലും എനിക്ക് അടുത്ത 4 സിനിമകൾ റിലീസിനുണ്ട്. ഓഗസ്റ്റിലായിരിക്കും ധനുഷ്കോടിയിലേക്ക് എന്ന് പറഞ്ഞ പടം ഇറങ്ങുന്നത്. പിന്നെ പോരെന്ന് പറഞ്ഞൊരു സറ്റയർ കോമഡി മൂവിയുണ്ട്. അത് കഴിഞ്ഞ് ഭൗമ എന്ന് പറഞ്ഞൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ഫിലിമുണ്ട്. ആൻഡ് ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഷൂട്ട് കഴിഞ്ഞ് ഞാനിപ്പോൾ വന്നിരിക്കുന്ന ഓപ്പറേഷൻ ത്രാൾ എന്ന് പറയുന്ന മൂവിയിൽ നിന്നാണ്. എനിക്ക് മനസ്സിലായത് എങ്ങനെ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ. നേരത്തെയും പറഞ്ഞു മാമിന് ഒരു ടൈറ്റിൽ തരാനില്ല, ഇന്നൊരു ടൈറ്റിൽ എന്ന് പറയാനില്ല. ഒരുപാട് റോൾസാണ്, ഒരുപാട് ടൈറ്റിൽസ്. പക്ഷെ അത് ആക്ച്വലി അതൊരു ഞാൻ പറയുന്നത് മണ്ടത്തരായിരിക്കും. എന്നാലും ഞാൻ സൂപ്പർ വുമൺ എന്നൊക്കെ ഞാൻ സ്വയം പറയില്ല. അതെനിക്കിങ്ങനെ ഓരോ ചെയ്യുമ്പോഴാണ് എനിക്കൊരു ഇതെന്ന് പറയുന്നത്. നമ്മളെല്ലാവരും മൾട്ടി ടാസ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരേ സമയത്തല്ലല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരാൾ പറയുന്ന കേൾക്കുമ്പോൾ ഇപ്പോൾ അമ്മയാണ്, അതേ സമയത്ത് പോഡ്കാസ്റ്റും ചെയ്യുന്നു, പിന്നെ കുക്ക് ചെയ്യുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കിത് ഭയങ്കര സൂപ്പർ ഹ്യൂമൺ ആയിട്ട് തോന്നും. പക്ഷെ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നമുക്ക് ഓരോ സമയത്ത് ഓരോന്നിലേക്ക് ഫോക്കസ് കൊടുത്ത് അത് പൂർണ്ണമായിട്ടും ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് പറ്റുന്ന ഒരു കാര്യം. ആൻഡ് അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ കേൾക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കേൾക്കണമെന്നുള്ളൂ. ബുക്ക് ഇപ്പോൾ ഇറങ്ങി, പക്ഷെ ഞാൻ ബുക്ക് എഴുതിയത് കഴിഞ്ഞ 2024-25 ഏകദേശം US എനിക്കൊരു ഫുൾ ഇയർ സിനിമയിൽ നിന്ന് മാറി നിന്ന സമയത്ത് ആ സമയത്ത് എഴുതിയ ബുക്കാണ്. എനിക്ക് US എന്ന് പറഞ്ഞപ്പോഴാണ് മാം US പോകുന്നു നാസ. അത് എനിക്കത് എക്സ്പീരിയൻസ് ചോദിച്ചറിയണമെന്നുണ്ടായിരുന്നു. മാം ഇപ്പോൾ US എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിപ്പോൾ അത് പറഞ്ഞാൽ എനിക്കത് എക്സ്പീരിയൻസ് എന്ന് പറയും. കാരണം നമുക്കൊക്കെ കേട്ട് കഴിയുമ്പം അതേ ഉള്ളൂ, നമുക്ക് കേൾക്കുമ്പോൾ ഒരു സ്റ്റോറി കേൾക്കുന്ന പോലെ കേൾക്കാന്നേ ഉള്ളൂ. ഇതൊരു സ്റ്റോറി പോലെ തന്നെയാണ്. അതായത് ഞാനൊരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ലൈഫിൽ സംഭവിച്ചത്. അപ്പോൾ ഞാനൊരിക്കലും കല്യാണം കഴിക്കില്ല എന്ന് വിചാരിച്ച ഒരാളാണ്. പക്ഷേ ഇപ്പോൾ 43 ഇയേഴ്സിലാണ് ഞാൻ കല്യാണം കഴിച്ചത്. സോ ഐ തിങ്ക് ഇറ്റ്സ് ദ ബെസ്റ്റ് ഡിസിഷൻ ഓഫ് മൈ ലൈഫ്, ദ ബെസ്റ്റ് തിങ് ദാറ്റ് ഹാപ്പൻ ടു മീ. ആ 43 ഇയേഴ്സിൽ തന്നെ പെരിമെനോപോസിൻ്റെ ആദ്യത്തെ സിംറ്റംസ് എല്ലാം സ്റ്റാർട്ടായി ഭയങ്കര കെയോട്ടിക് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ US ഒരു 1 ഇയറിന് ഹസ്ബൻഡ് നാസയിൽ ട്രെയിനിങ്ങിന് പോയതുകൊണ്ട് അങ്ങോട്ടും ഷിഫ്റ്റായി. ഭയങ്കര ചേഞ്ചസ് ആയിരുന്നു ലൈഫിൽ. അതായത് പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ
ബുദ്ധിമുട്ടുള്ള അത്രയും ചേഞ്ചസ്. പക്ഷേ ഡെഫിനറ്റ്ലി ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നാസ ടൂറും അതൊക്കെ നമുക്ക് ഒരിക്കലും പറഞ്ഞാൽ പോലും ക്ലാരിറ്റി വരില്ല. എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കുറേ ഫോട്ടോസും വീഡിയോസും ഉണ്ട്. ഞാനിത് റീലാക്കാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല. അത്രയധികം ഇതെങ്ങനെ കണ്ടൻസ് ചെയ്ത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അവിടെ പോയി അത് എക്സ്പീരിയൻസ് തന്നെ വേണം. ബിക്കോസ് അത്ര ലാർജർ ദൻ ലൈഫാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്പേസ് ജേർണി ഇതൊക്കെ ഇപ്പം കേൾക്കുമ്പോൾ ഇപ്പം എനിക്ക് വളരെ നോർമലായി എൻ്റെ ലൈഫിൽ. ബിക്കോസ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡെയിലി ലൈഫാണത്, ആളുടെ ജോലിയാണ്. പക്ഷെ ആദ്യമൊക്കെ ഇങ്ങനെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണല്ലോ എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഐ എം ഷുവർ നമ്മളൊരിക്കലും ഒരു ആസ്ട്രോനോട്ട് അതേപോലെ ഒരു ആക്ടർ രണ്ടുപേരും ഒരു കോമ്പിനേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല അല്ലേ, ഒട്ടും നമ്മൾ സ്വപ്നത്തിൽ പോലും. പക്ഷെ എനിക്ക് തോന്നുന്നു നോക്കി നിങ്ങൾ രണ്ടുപേരും ഫീൽഡ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണെങ്കിലും നിങ്ങൾ രണ്ടുപേരും തോട്ട് പ്രോസസ്സും മൈൻഡ് സെറ്റൊക്കെ സിമിലർ. അതൊന്നും തോന്നുന്നു. എനിക്ക് മാമിൻ്റെ മാരേജ് കഴിഞ്ഞതിന് ശേഷമുള്ള ഞാൻ ഈ സ്പിരിച്വാലിറ്റി ഇതൊക്കെ മാറ്റിച്ചാലും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഭയങ്കര ഹാപ്പിയാണ്. ഫേസ് ഭയങ്കര പ്ലസന്റ്. പ്രത്യേകിച്ച് മാമിൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മാം ഭയങ്കര ബ്ലഷ് ചെയ്യും. ഭയങ്കര ഒരു പ്രത്യേക ഒരു എനർജിയും സന്തോഷം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈസ് എ വണ്ടർഫുൾ ഹ്യൂമൻ ബീങ്. ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്, വളരെ ഹമ്പിളാണ്. പിന്നെ പുള്ളിയുടെ ടോക്സും ഒക്കെ കേട്ടാൽ അറിയാം ഞങ്ങൾ രണ്ടുപേരും വളരെ സിമിലർ ചിന്താഗതിയുള്ള ആൾക്കാരാണ്. ഞങ്ങളുടെ സ്പിരിച്വൽ ഓറിയൻറ്റേഷനും അണ്ടർസ്റ്റാൻഡിങ് വളരെ സിമിലറാണ്. അപ്പോൾ ഞങ്ങൾക്ക് സംസാരിക്കുമ്പോഴും എനിക്ക് ലൈഫിൽ എപ്പോഴും ഒരു എന്തോ മിസ്സിങ് ആയിരുന്നു എന്ന് ഫീൽ ചെയ്തിരുന്നത്. ഞാനായിട്ട് എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ ഈ ലോകത്ത് ഇല്ല എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ബിക്കോസ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ പോലെ ചിന്തിക്കുന്ന ആൾക്കാരല്ല, അവർ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, അവളും എന്നെ പോലെ അല്ല. അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു ഒറ്റപ്പെടൽ ലൈഫിൽ ഫീൽ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അത് 43 years അത് കഴിഞ്ഞു. ബിക്കോസ് എൻ്റെ ഹസ്ബൻഡ് എക്സാക്ട്ലി എന്നെ പോലെയാണ്, എന്നെ ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് വലിയൊരു റിലീഫാണ് ലൈഫിൽ. ലൈക്ക് ഇങ്ങോട്ടും അങ്ങോട്ടും ഞങ്ങൾ പറയുന്ന കുറേ മറ്റുള്ളവർ വട്ടെന്ന് പറയുന്ന പലതും ഞങ്ങൾക്ക് നോർമലാണ്. അല്ല അതല്ലേ ഏറ്റവും നമുക്ക് വേണ്ടത്. അതിപ്പോ ഒരു പാർട്ണർ ഏതെങ്കിലും ലോകത്ത് നമ്മൾ പറയില്ലേ, ലോകത്ത് ഒരാളെങ്കിലും നമ്മളെ മനസ്സിലാക്കാണ്ടെങ്കിൽ നമുക്ക് അത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്, ഒരു ഫുൾഫിൽമെന്റ് അതാണ് ഇരിക്കുന്നത്. നമുക്ക് ആ ഒരു അപാകത തീർന്നു കിട്ടിയ ഒരു ഫീൽ. അത് നമുക്കൊരു പാർട്ട്ണറും കൂടി ആയി വന്നാൽ അത്രയും സന്തോഷം. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള, പിന്നെ ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഭയങ്കര സിമിലർ ആണ്. ബിക്കോസ് ഞങ്ങളിപ്പോൾ ഡിന്നർ കഴിക്കുന്നത് ഒരു 6-6:30 PM. എല്ലാവരും അങ്ങനെ കഴിക്കണം എന്നില്ല. അപ്പോൾ ഒരാൾ 9 മണിക്ക് ശേഷമേ കഴിക്കാൻ പറ്റുള്ളൂ, ഒരാൾക്ക് 6 o'clock കഴിക്കണം എന്ന് പറഞ്ഞാൽ ലൈഫ് ഭയങ്കര കെയോട്ടിക് ആവും. നേരത്തെ ഉറങ്ങുന്ന കൂട്ടത്തിലാണ്, നേരത്തെ എണീക്കുന്ന കൂട്ടത്തിലാണ്, രണ്ടുപേർക്കും കോഫിയാണ് ഇഷ്ടം. അതൊക്കെ ആക്ച്വലി ലൈഫ് ഷെയർ ചെയ്യുമ്പോൾ വലിയ കാര്യങ്ങളാണ്. ഒരാൾക്ക് ചായയും ഒരാൾക്ക് കാപ്പിയും, ഒരാൾക്ക് രാവിലെ ഉറങ്ങിക്കിടക്കണം, ലേറ്റായിട്ട് ഉറങ്ങിയാൽ മതി, 1 മണിക്ക് 2 മണിക്ക് പോയി കിടക്കുക, മറ്റേ ആൾക്ക് 9 മണിക്ക് പോയി കിടക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ലൈഫ് നമ്മുടെ മാരേജിൽ ആ ഒരു സിമിലാരിറ്റി ഉണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ്. ഇത് പറഞ്ഞപ്പോൾ മിക്ക സ്ത്രീകളും ഇപ്പോൾ ഒരു മാരേജ് കഴിഞ്ഞു, അത് വർക്ക് ആവാം, ചിലപ്പോൾ വർക്ക് ആവാതിരിക്കാം, ഡിപ്പെൻഡ്. പക്ഷെ ഒന്നും വർക്ക് ആയില്ലെങ്കിൽ ഇതാണ് ലൈഫിൻ്റെ എൻഡ് എന്ന് വിചാരിക്കുന്ന കുറേ പേരുണ്ട്. അത് കാരണം ഇനി എനിക്ക് മാരേജ് പറ്റില്ല, അല്ലെങ്കിൽ ഇനി എനിക്ക് വേറൊരു റിലേഷൻഷിപ്പ് പറ്റില്ല. എൻ്റെ ഉമ്മ അതുപോലെ ആയിരുന്നു, എനിക്ക് ഇനി വേണ്ട, അയ്യോ ഉമ്മക്ക് വേറൊരു റിലേഷൻഷിപ്പ് പറയുമ്പോൾ ഇനി അത് പറ്റത്തില്ല എന്നാണ്. പക്ഷേ പിന്നെ ഉമ്മയുടെ ലൈഫിൽ വേറൊരാൾ വരുന്നു, ഉമ്മ ഭയങ്കര ഹാപ്പി ആവുന്നു, ഉമ്മ എന്താണോ വിചാരിച്ചിരുന്നത് അതുപോലത്തെ എല്ലാ റോളും എല്ലാം ഉമ്മ ഭയങ്കര ഹാപ്പി ആവുന്നു. അപ്പോൾ ഇപ്പം മാമിൻ്റെ ലൈഫിലാണെങ്കിലും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ മിക്ക സ്ത്രീകളും വിചാരിക്കും ഇതാണ് എൻഡ് എന്നെങ്കിൽ അതല്ലല്ലോ എൻഡ് എന്ന് പറയണത്. കല്യാണം കഴിക്കണോ വേണ്ട അതൊക്കെ ഓരോരുത്തർ, പക്ഷെ ഒരു ലൈഫിലൊരു എൻഡ് എന്ന് പറയുന്നത് അതല്ല, ഇനിയും സന്തോഷിക്കാൻ. ലൈഫിന്റെ എൻഡ് എന്ന് പറയുന്നത് മരണം മാത്രമേ ഉള്ളൂ. അതെ. പക്ഷെ ഈ പറഞ്ഞ ഒരു ഫീലിംഗ് അതാണല്ലോ, നമുക്ക് പെട്ടെന്ന് നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് പോകുന്നൊരു കാര്യം വർക്കൗട്ട് ആവാണ്ടാവുമ്പോൾ നമുക്ക് നിരാശ കൊണ്ട് നമ്മൾ പറയും ഇനി എനിക്കിങ്ങനെ ഹേർട്ട് ആവാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഇനി ഇങ്ങനെ വിഷമിക്കാൻ എനിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഇനി ഐ ഡോണ്ട് വോണ്ട് ടു ഗെറ്റ് ഇൻ ടു സംതിങ് ലൈക്ക് ദാറ്റ്. അത് നാച്ചുറലാണ്, ഏതൊരു മനുഷ്യനാണെങ്കിലും അങ്ങനെ ചിന്തിക്കൂ. അപ്പം അത് കുഴപ്പമില്ല, അതിൻ്റെതായ സമയം തന്നെ മാറിക്കോളും. ഞാനും അങ്ങനെ വിചാരിച്ചിരുന്ന ഒരാളാണ്, ഇനി കല്യാണം കഴിക്കണ്ട എന്ന് വിചാരിച്ചാൽ അങ്ങനെ 14 വർഷം ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചു. ഇനി എനിക്കൊരു ലാസ്റ്റ് മെൻ്റൽ ഹെൽത്ത്, കാരണം നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അത് ഞാൻ കുറ്റമായിട്ട് പറയല്ല, ഭയങ്കര നമ്മൾ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടേമാണ് ഡിപ്രഷൻ ആയിരിക്കില്ല, പക്ഷെ പാനിക് അറ്റാക്ക്. ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ എന്തെങ്കിലും ഒരു ചിലപ്പോൾ ചെറിയൊരു കാര്യങ്ങളായിരിക്കും,
ഞാൻ ഭയങ്കര ഡിപ്രഷനിലാണ്, അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും നമുക്കൊരു ഷിവറിങ്ങോ തലകറക്കോ ഇതായിരിക്കും. പക്ഷെ അപ്പോഴും നമ്മൾ പറയാ പാനിക് അറ്റാക്കാണ്, എനിക്ക് ഇന്നലെ പാനിക് അറ്റാക്ക് വന്നു എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഒരിക്കലും ഒരു കളിയാക്കി പറയാതൊന്നല്ല. പക്ഷേ കാരണം മെൻ്റൽ ഹെൽത്ത് അത്രയും ഇമ്പോർട്ടൻ്റ് കാരണം എന്നാൽ അതൊരു അവയർനെസ് വേണ്ടേ. ഇത് എല്ലാം ഒരു പ്രശ്നമല്ല, നമുക്ക് എല്ലാം ഓക്കെ പ്രശ്നം ഭയങ്കര സീരിയസ് ആയിട്ടുള്ളത് ഉണ്ടാവും, അല്ല എന്നുള്ളത് ഉണ്ടാവും. അതെങ്ങനെ വേർതിരിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും? അതായത് ഒന്ന് മെൻ്റൽ ഹെൽത്തിൻ്റെ ഏത് കാര്യം എടുത്താലും ഫിസിക്കൽ ഹെൽത്തിൻ്റെ കാര്യം എടുത്താലും ഇതൊരു സ്പെക്ട്രമിലാണ്. ലൈക്ക് 0 to 100 എന്ന് പറയുന്ന പോലെ നമുക്ക് ചില കാര്യങ്ങൾ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോയാലേ അതൊരു പ്രശ്നമായിട്ട് കരുതാൻ പാടുള്ളൂ, ഡിസോർഡർ. അതല്ലാത്തതെല്ലാം എല്ലാ മനുഷ്യർക്കും ഉണ്ട്, വികാരങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞ് നമുക്ക് ആക്ച്വലി ഹെൽപ്പ് വേണ്ട ഒരു സ്പേസിലേക്ക് പോകുമ്പോഴാണ് അതൊരു ഡിസോർഡർ സ്റ്റേജിലേക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാരുടെ സെൻസിറ്റിവിറ്റി കൂടി, ആൾക്കാർക്ക് ടോളറൻസ് കുറഞ്ഞു. അപ്പോൾ ബുദ്ധിമുട്ടുകൾ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് പോകുമ്പോഴാണ് ഈ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇതൊരു ഭയങ്കര പ്രശ്നമാണ്, ഇനി എനിക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല, ഞാൻ കിടപ്പിലായിപ്പോയി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഓൺ റെസിലിയൻ, നമ്മുടെ സ്ട്രെങ്ത്ത് കുറഞ്ഞു പോയതാണ്, മെൻ്റൽ സ്ട്രെങ്ത് ഇല്ല. അപ്പം മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് തന്നെ ജഡ്ജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണല്ലോ അയാളുടെ എൻവയറമെൻറ്റ്. ഇപ്പോൾ ഒരാൾ പറയാണ് ഞാൻ ഡിപ്രസ്ഡ് ആണ്, ഇതിപ്പോൾ എങ്ങനെ അറിയാൻ പറ്റും? അയാളുടെ ഫീലിംഗ് അല്ലേ അയാൾ പറയുന്നത്. അതിനാണ് ആദ്യം ഞാൻ പറയുന്നത് ബോഡിയിലുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യൂ. ബിക്കോസ് അത് ചെക്ക് ചെയ്യാൻ പറ്റും ബ്ലഡ് ടെസ്റ്റിൽ. ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തിയാൽ നമുക്കറിയാം ഒരാളുടെ ആക്ച്വലി വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടോ, അയാൾക്ക് സിങ്കും അയണും മഗ്നീഷ്യവും എല്ലാം ഉണ്ടോ ആദ്യം ബോഡിയിൽ. അത് നോക്കിയിട്ട് അതൊക്കെ ഇല്ലെങ്കിലും സിമിലർ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പോൾ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ ഉറങ്ങിക്കൊണ്ടേയിരിക്കാൻ തോന്നുക, ഇനി എണീക്കണ്ടെന്ന് തോന്നുക, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം, ഭയങ്കര വയ്യ, ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഒന്നിലും, ഒരു ഡിപ്രഷൻ പോലത്തെ ഫീലിംഗ് ആണത്. പക്ഷെ അതിൻ്റെ കാരണം ലോ വിറ്റമിൻ ഡി. മിക്ക ആൾക്കാരും വിറ്റമിൻ ഡിയിൽ ഡെഫിഷ്യൻ്റ് ആണ്. ഇത്രയും സൂര്യപ്രകാശം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെല്ലാം അടച്ച് സൺസ്ക്രീനും ഇട്ട് AC ഇട്ടിരിക്കുന്ന ആൾക്കാരാണ് മിക്ക ആൾക്കാരും. നമ്മൾ പറയും സാധാരണക്കാർക്കാണ്, എങ്ങനെ സാധാരണക്കാർക്ക് ഇത്രയും പ്രശ്നം വന്നു? അവർ മിക്കവരും വർക്ക് ചെയ്യുന്നത് AC എൻവയറമെൻറ്റ്സിലാണ്. ഇപ്പോൾ ഒരു സെയിൽസ് ഗേൾ ആണെങ്കിൽ അവരവിടെ വർക്ക് ചെയ്യുന്ന ഏതോ ഷോറൂമിൽ ആ ഫുൾ ഡേ AC-യിലാണ്. അപ്പോൾ വെയിൽ കാണുന്നില്ല. അപ്പോൾ വിറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണ് ഓൾമോസ്റ്റ് എല്ലാവരും. അതിൻ്റെ ഒരു സിംറ്റം ഇതാണ്, ഒരു മൂഡില്ല, ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഒന്നിലും. അതിനുടനെ പോയിട്ട് സൈക്യാട്രിസ്റ്റിനെയും സൈക്കോളജിസ്റ്റിനെ കാണുന്നതിന് മുമ്പ് ആദ്യം നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കൂ, വിറ്റമിൻ ഡി ഉണ്ടോ നോക്കൂ, മഗ്നീഷ്യം ഉണ്ടോ നോക്കൂ, അയൺ ഉണ്ടോ നോക്കൂ. ഇതൊക്കെ കുറവാണെങ്കിൽ ഇതേപോലത്തെ മെൻ്റൽ ഹെൽത്ത് സിംറ്റംസ് കാണിക്കും. പക്ഷെ അതൊക്കെ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് അല്ല, അത് ആക്ച്വലി ഫിസിക്കൽ ഡെഫിഷ്യൻസീസ് ആണ്. അതൊക്കെ നികത്തി കഴിഞ്ഞ് നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റിലെല്ലാം പെർഫെക്റ്റ് ആണ്, എന്നാലും നിങ്ങൾക്ക് ഈ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അപ്പോൾ പോയിട്ട് സൈക്കോളജിസ്റ്റിനും സൈക്യാട്രിസ്റ്റിനും കാണണം. അതിന്റെ റൂട്ട് കോസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വന്നേക്കുന്നത്. പിന്നെയും ഒരു കാരണവും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, പക്ഷേ ഈ പ്രോബ്ലംസ് ഉണ്ട്, then you have to go to a psychologist or a psychiatrist. ഇപ്പോൾ ചില ആൾക്കാർ ഭയങ്കര ഫിസിക്കലി ഫിറ്റ് ആയിരിക്കും, എല്ലാ രീതിക്കും നമ്മൾ ഭയങ്കര ചിട്ട കൂടിയിട്ടായിരിക്കും, ലൈഫ് സ്റ്റൈലും എല്ലാം ഫുഡാണെങ്കിലും. അങ്ങനത്തെ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം അപ്പൊ ശരിക്കും സീരിയസ് ആയിട്ട് നോക്കേണ്ടി, കാരണം അവര് ഫുള്ള് ഇതില് അവര് ബാക്കി എല്ലാം അവർ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അവര് ഉറക്കം, ഭക്ഷണം, എക്സസൈസ് എല്ലാം കറക്റ്റ് ആക്കിയിട്ടും അവർക്ക് കുറെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ then they have to see a psychologist or psychiatrist. അല്ലാതെ വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉറങ്ങാനും പറ്റുന്നില്ല, അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ തോന്നുന്നില്ല, ഒരു മോട്ടിവേഷൻ ഇല്ല, ഒരു മൂഡില്ല, എനിക്ക് ഡിപ്രഷൻ ആണെന്ന് പറയലല്ല ശരി, അത്രേ ഉള്ളൂ. കാരണം ഇതിന്റെ മെഡിസിൻസ് എടുക്കേണ്ട അവസ്ഥ വന്നാൽ മെഡിസിൻസ് എടുത്തേ പറ്റൂ. സൈക്യാട്രിക് സൈക്യാട്രിക് മെഡിസിൻസ് തരണമെങ്കിൽ അതിന് അത്രയും അസസ്മെന്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഒരാള് സൈക്യാട്രിക് മെഡിസിൻസ് എടുത്ത് പിന്നെ സ്റ്റോപ്പ് ചെയ്യാനും ഒന്നാമത് ആരും തരില്ല. ഒരു സൈക്യാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ വെറുതെ നിങ്ങളെ അസസ് ചെയ്യാതെ മരുന്നൊന്നും തരാൻ പോകുന്നില്ല. ഇപ്പോൾ ഞാനും ഹസ്ബൻഡ് UK-ലാണ്. അപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് കോമൺ ആയിട്ടുള്ളൊരു ഇതാണ്, കാരണം അവിടെ വൈറ്റമിൻ ഡിയുടെ കുറവ് ഭയങ്കരമായിട്ട് ഉള്ള ഒരു സമയം അവിടുത്തെ. അപ്പോൾ ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് വളരെ ഇതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ ഒരു
സൈക്കോളജിസ്റ്റിന് അല്ലെങ്കിൽ ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ അവർ ഉടനെ മെഡിസിൻസ് നമുക്ക് തരും. കൂടുതൽ അവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും നോക്കില്ല, നമ്മളോട് ചോദിക്കുക, കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും അവർ. എന്താണ് ഉറക്കക്കുറവുണ്ടോ, ഫാമിലി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾ ഡ്രിങ്ക് ചെയ്യുന്നുണ്ടോ, സ്മോക്ക് ചെയ്യുന്നുണ്ടോ. നമുക്ക് കേൾക്കുമ്പോൾ ഓക്കെ എന്നാൽ പിന്നെ എല്ലാവരും മെഡിസിൻസ് എടുക്കുന്നു, ഉടനെ മെഡിസിൻസ് എഴുതി തരും. ഓക്കെ നിങ്ങൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. എനിക്കത് ശരിക്കും ആദ്യമൊക്കെ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്, എന്താ ഇങ്ങനെ എല്ലാവരും അത് കഴിക്കാനും അവിടെ കഴിക്കുന്നുണ്ട് ആൾക്കാർ. അതെ, പക്ഷെ നമ്മുടെ നാട്ടിൽ ആദ്യം കൂടുതലും കൗൺസിലിങ്ങിനാണ് വിടുക, അല്ലെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാനായിട്ടൊക്കെയാണ് വിടേണ്ടത്. പക്ഷെ പലവരും പല രീതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അത് ഡിപ്പെൻസ്, നമ്മുടെ എമൗണ്ട് ഓഫ് റിസർച്ചും. ചിലപ്പോൾ വളരെ പേര് കേട്ട ആളായിരിക്കാം, പക്ഷെ മോഡേൺ രീതികളിലോട്ട് അപ്ഡേറ്റഡ് ആയിരിക്കില്ല. ബിക്കോസ് ഈവൻ ഡയറ്റ് ചേഞ്ചസിൽ നമുക്ക് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് കുറേ മാറും. പല ഡയറ്റ് ചേഞ്ചസിൽ നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റ് മാറും. അപ്പം അതൊക്കെ കട്ടിങ് എഡ്ജ് ടെക്നോളജിയാണ്. പല നല്ല ഡോക്ടേഴ്സ് ഉണ്ട്, അവർ അതുപോലെ ഇപ്പോൾ നമ്മളൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ അല്ല, അവരുടെ അടുത്ത് പോയി അവർ അസസ് ചെയ്തിട്ട് പറയും നിങ്ങൾക്കൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഇല്ല എന്ന് നല്ലൊരു സൈക്കോളജിസ്റ്റ് പറയും നിങ്ങളുടെ അടുത്ത്. ഇപ്പോൾ പുതിയ ഒരു ഇതും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കണമെങ്കിൽ ആ പേഷ്യൻ്റെ കൺസെൻറ്റും കൂടിയും വേണം, അല്ലാണ്ട് ബൈസ്റ്റാൻഡേഴ്സിൻ്റെ. പണ്ട് എന്തായിരുന്നു എന്ന് വെച്ചാൽ വെറുതെ വീട്ടുകാർ പിടിച്ചുകൊണ്ട് പോയി ഇത് പ്രശ്നമാണെന്ന് 2-3 വീട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ പേഷ്യൻറ്റിനെ ഒന്നും ചോദിക്കാതെ തന്നെ നേരെ മെഡിസിൻസിലേക്കൊക്കെ ഇടുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ലോ വന്നു അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ബിക്കോസ് അത്രയും കോമൺ ആയിപ്പോയതുകൊണ്ടാണ് അത് ആക്ച്വലി ഭയങ്കര നല്ലതാണ്. കാരണം മിക്ക ആൾക്കാർക്ക് ഇപ്പോൾ ഒരു കുട്ടി ഭയങ്കരമായിട്ട് എന്തെങ്കിലും സഡനായി ഭയങ്കര ആക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഇൻട്രസ്റ്റേ കംപ്ലീറ്റ് ഡിഫറെൻറ്റ്, പഠിക്കാനായിരിക്കില്ല, വേറെ എന്തെങ്കിലുമൊക്കെ റിസർച്ച് ചെയ്യണം എന്നൊക്കെ ആയിരിക്കും. നമ്മുടെ ചിന്തക്കപ്പുറം പോകുമ്പോൾ ഇതെന്താ ഈ ബാക്കിയുള്ള കുട്ടികളൊന്നും വീട്ടിൽ ഇങ്ങനെയല്ല, ഈ കുട്ടി മാത്രം ഇങ്ങനെ ആകുമ്പോൾ ഒരു വ്യത്യാസം വരുമ്പോൾ നോർമലല്ല. നോർമൽ ഏറ്റവും മിടുക്കനായിട്ടോ അല്ലെങ്കിൽ ഏറ്റവും ജീനിയസ് ആയിട്ടുള്ള ഒരാളായിരിക്കും, അതിനെ നോർമൽ അല്ല എന്ന് പറഞ്ഞ് പിടിച്ചു കൊണ്ടുപോകും. ഇപ്പോൾ ഓക്കെ പല സൈക്യാട്രിസ്റ്റുകൾ ഓക്കെ സൈക്കോളജിസ്റ്റുകൾ ഇതൊരു കുഴപ്പമില്ല എന്നുള്ള പക്ഷെ മിക്കവരും ഈ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നൊരു മെഡിസിൻ ഇപ്പോൾ കംപ്ലീറ്റ് പിന്നെ അതിൻ്റെ ലൈഫേ പോയി. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാകുമ്പോൾ അതിന് തന്നെ തിരിച്ച് കിട്ടാനുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഈ ടോപ്പിക് ഇട്ടത്. നമ്മൾ ഒരുപാട് വിഷയം സംസാരിച്ചു മാമിൻ്റെ ഒരുപാട് ടൈം, ഞാൻ എത്ര ടൈമെന്ന് പോലും നോക്കിയില്ല, എന്നാലും എനിക്ക് സംസാരിക്കാൻ ആഗ്രഹമുള്ള കുറേ വിഷയങ്ങൾ സംസാരിക്കാൻ പറ്റി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഹില, ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ചെറിയ കൊച്ചൊക്കെ ആയിട്ടും പോഡ്കാസ്റ്റൊക്കെ നടത്തുന്നതുകൊണ്ട് ഞാൻ പറയാനുള്ള ഒരു പീസ് ഓഫ് അഡ്വൈസ് ഇസ് ജസ്റ്റ് ദാറ്റ് ലുക്ക് ആഫ്റ്റർ യുവർ സെൽഫ്. നമ്മളെല്ലാം ചെയ്യുമ്പോഴും എപ്പോഴും നമ്മുടെ ഹെൽത്തിനെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വെക്കണം. ആൻഡ് അഫ്കോഴ്സ് അമ്മമാർ ചെറിയ കുട്ടികളുള്ളപ്പോൾ ഡെഫിനറ്റ്ലി കുട്ടിയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. നിങ്ങളെപ്പോഴും നിങ്ങൾക്ക് തന്നെ സെക്കൻഡാണ്. അതാണ് അമ്മമാരുടെ പ്രത്യേകത അല്ലേ, വേറെ ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഓൺ യുവർ മദർഹുഡ് ജേർണി ആൻഡ് യുവർ പോഡ്കാസ്റ്റ് ജേർണി ആൻഡ് ദ റെസ്റ്റ് ഓഫ് ലൈഫ്. താങ്ക് യു.